കർത്തൃദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സമയം ഒത്തിരി കടന്നു പോകുന്നുള്ളത് കൊണ്ട് മറ്റു മുഖവരകളൊന്നും പറയുന്നില്ല. വായിച്ച തിരുവെടുത്ത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതൽ 37 വരെയുള്ള തിരുവെടുത്താ വായിച്ചത്. അതില് എടുത്തു പറയുന്ന ഒരു വാക്യം 36-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. ദൈവ ഇഷ്ടം ചെയ്തു. മതി മതി, ദൈവ ഇഷ്ടം മതി, ദൈവ ഇഷ്ടം ചെയ്താൽ മതി. എനിക്ക് ഓണല്ല എന്ന് തോന്നുന്നു. ഒന്നുകൂടെ വായിച്ചോ, കേക്കട്ടെ. ഓണാണോ? ദൈവ ഇഷ്ടം ചെയ്ത് മതി. അപ്പോൾ ദൈവ ഇഷ്ടം ചെയ്യുക. എബ്രായ ലേഖനം വളരെ വിലപ്പെട്ട ഒരു ലേഖനമാണ്. പൗലോസ ഈ ലേഖനം എഴുതിയത് ആ നിലയിലായത് നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെ ചിന്തിക്കുന്നതാണ് നല്ലത്. ഇതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാം, യേശു ക്രിസ്തു ശ്രേഷ്ഠനാണെന്ന് തെളിയിക്കുക. ഇത് എഴുതാനുള്ളതിൻ്റെ പ്രധാന കാര്യത്തിൽ ഒന്ന്, യഹൂദാമതം വിട്ട് നസ്രായ മാർഗത്തിൽ വന്ന് ഇവർക്ക് ഇടയ്ക്കൊരു ചിന്തയുണ്ടായി, വിട്ടുപോകുന്നത് അബദ്ധമായോ. വലിയ പള്ളിയും ചുറ്റുപാടും ഇഷ്ടംപോലെ സ്ഥലമൊക്കെ വിട്ടേച്ചാ നമ്മൾ ചായ്പിനകത്ത് വന്ന് കുത്തിയിരിക്കുന്നത്. അവിടെ അന്ന് വണ്ടി ചെന്നാൽ പാർക്ക് ചെയ്യാനും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നമ്മൾ പാർക്ക് ചെയ്യണമെങ്കിൽ വലിയവരുടെയും പരിയമ്പുറത്ത് കൊണ്ടിടണം. ഏതെങ്കിലും ഗ്രഹപ്പഴ പിടിച്ചവൻ കാറ്റ് ഊരി വിട്ട അതും അബദ്ധമാണ്. തന്നെയല്ല, അവിടെ ആൾക്കാരെ കാണാനും തന്നെ കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുള്ളതുകൊണ്ട് നോക്കി നിൽക്കും. ഇവിടെ ഞങ്ങളെ കണ്ടാൽ അങ്ങനെ നോക്കി നിൽക്കാനൊന്നുമില്ല. എല്ലാം കരിക്കിന്റെ മോന്ത എത്തിയ പോലെ മീശയും മേടിച്ച് മറ്റവരെ ഇറങ്ങി നിന്നാൽ കാണാനുമുണ്ട്, പലതുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവർക്കൊരു ചിന്ത, വിട്ടേച്ച് പോകുന്നത് അബദ്ധമായോ എന്ന്. ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട് അവിടെ. യെരൂശലേം പള്ളിയോട് ബന്ധപ്പെട്ടു നമുക്ക് 5 സെന്റ് സ്ഥലമാണ് സഭയ്ക്ക് തന്നേക്കുന്നത്. അത് തന്നെ വഴിയില്ല. തന്ന പുള്ളിയാന്നേ പിന്നെ സഭ പുള്ളിയാ നിയന്ത്രിക്കുന്നത്. പാസ്റ്റർമാരെ ഇരുത്തുന്നതും പുള്ളിയാ, മാറ്റുന്നതും പുള്ളിയാ. പുള്ളിക്ക് മുളക്കുഴയിലും ഇറച്ചക്കോടല്ലേ, അപ്പം മുളക്കുഴയുടെ കാര്യം പറയാം. അസംബ്ലീസ് കോടായിരുന്നേ പോയിട്ട് ഞാൻ അവിടെ പുനലൂരെ കാര്യം പറഞ്ഞോളാം. പുള്ളിക്ക് ഓവർസീറുമൊക്കെ ആയിട്ട് പിടുത്തം ഉള്ളതുകൊണ്ട് ആരെയായി സഭയിൽ ഇരുത്തേണ്ടത്, എപ്പോഴാണ് മാറ്റേണ്ടത്, പുള്ളി സ്ഥലം തന്ന പുള്ളിയാ തീരുമാനിക്കുന്നത്. കൊടുത്തത് 5.5 സെന്റ് സ്ഥലവും. അപ്പൊ ഇവർക്ക് ഒരു ചിന്ത, ഈ വിട്ടുപോകുന്നത് അബദ്ധമായോ എന്ന്. ആ പഴയ പള്ളിയും പട്ടക്കാരെയും ആരാധനയും രീതിയും സ്ഥലവും ജാതിയിലാന്നേലും മുന്തിയവരാ, യഹൂദ ജാതിയ. അപ്പൊ ഇതെല്ലാം വിട്ടത്, ഉപേക്ഷിച്ചത്. ഇപ്പൊ നമ്മുടെ ഇടയിലും ചില ആൾക്കാരുണ്ട്, കമ്മലും മാലയെ ഊരി അത് അബദ്ധമാണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ചിലരുണ്ട്. ചിലര് ഉണ്ട്. കാരണം ഇപ്പം ഇടുന്നവർക്കും കർത്തൃമേശ കൊടുക്കുന്നുണ്ട്. അപ്പം ഊരിയവർക്ക് ഇത് ഊരേണ്ട കാര്യം ഇനിയിപ്പോൾ ഇടാനും ഒക്കുകയല്ല. തന്നെയല്ല, കാതിൻ്റെ തുള അങ്ങ് അടയുകയും ചെയ്ത് ഇനി പിന്നെയും കുത്തണം. അല്ല, അങ്ങനെ ചിന്തയായിപ്പോയി. എന്നെ സങ്കടപ്പെട്ടിരിക്കുന്നേ. അപ്പൊ ചിലർക്ക് ഒരു ചിന്ത വന്ന് ഉപേക്ഷിച്ചത്, വർജിച്ചത്, വേണ്ടാന്ന് വെച്ചത്, വിട്ടേച്ച് പോകുന്നത് അബദ്ധമായോ. അപ്പോൾ ആ കാര്യം ഒന്നുകൂടെ ഇവരെ ഉറപ്പിക്കാൻ, നിങ്ങൾ വിട്ടുപോകുന്നത് അബദ്ധമല്ല, ഉപേക്ഷിച്ചത് മണ്ടത്തരമല്ല, ആമൻ, ഇട്ടേച്ച് പോകുന്നത് വിഡിത്തമല്ല, അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയുള്ള ചിന്തയൊന്നും അകത്ത് കയറരുത്. സ്തോത്രം, സ്തോത്രം. മന്ദതയൊന്നും ഉണ്ടാകരുത്. കാലം നോക്കിയാൽ നിങ്ങൾ ഇപ്പൊ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാ. 5:11 പഠിക്കുമ്പോ 4:11 ഒക്കെ ചേർത്ത് പഠിച്ചാൽ, കാലക്കണക്ക് നോക്കിയാൽ, പിന്നെ നിങ്ങൾ പെന്തിക്കോസ് വന്നിട്ട് 10-25 കൊല്ലമൊക്കെ ആയവർ ഇതിനകത്തുണ്ടില്ലേ? അമ്മ വന്നിട്ട് ഒരു 30 കൊല്ലം ആയോ അമ്മേ? 10-25 കൊല്ലം ആയില്ലേ?
അപ്പൊ കാലക്കണക്ക് വെച്ച് നോക്കിയാൽ നിങ്ങൾ ഇപ്പം ഉപദേശകന്മാരായിരിക്കേണ്ടതാ. പാസ്റ്റർ ഒരാഴ്ച ഇല്ലെങ്കിലും സഭായം നന്നായിട്ട് നടത്താനും തിരുമേശ നടത്താനും, അഥവാ പാസ്റ്റർമാര് സ്ഥലത്തില്ലെങ്കിൽ ഒരാൾ മരിച്ചാൽ മാന്യമായിട്ട് സംസ്കാരം ചെയ്യുവാനൊക്കെ നിങ്ങൾ പ്രാപ്തരായി തീരേണ്ടതാ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ 90-ാം സങ്കീർത്തനം പോലും തെറ്റാതെ വായിക്കാൻ പറ്റുന്നില്ല. 8 പ്രാവശ്യം തെറ്റിക്കുക. മിണ്ടുന്നില്ലല്ലോ ആരും. ഇത്രയും കാലമായിട്ട് പാട്ടുപുസ്തകം ഇല്ലാതെ 2 പാട്ട് കാണാതെ പാടാനും പറ്റുന്നില്ല. അമ്മയ്ക്കറിയാം, അമ്മേനെ എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. അപ്പൊ ശ്രദ്ധിക്കുക, കാലം നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ ഉപദേശകന്മാരായിരിക്കേണ്ടവരാ. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് മന്ദതയാ. അപ്പൊ ഇതൊക്കെ കണക്കിലെടുത്ത് ഇവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തുവാൻ വിട്ടുപോകുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്താ വന്നിരിക്കുന്നത്. നിരാശയൊന്നും ഉണ്ടാകരുത്. അതിനായി ലേഖനം എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ലേഖന പശ്ചാത്തലവും ചരിത്രവും ഒന്നും അധികം പറയുന്നില്ല, കാരണം സമയവും അധികം ഇല്ല. നിങ്ങളുടെ കുഴപ്പമല്ല, ഞാൻ താമസിച്ചു വന്നതുകൊണ്ടാണ്. ഞാനിപ്പോൾ കൂടെ സമയമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറക്കെ പറയത്തില്ലെങ്കിൽ പറയും ഞങ്ങളെല്ലാം നേരത്തെ വന്ന ഇയാളെങ്ങാണ്ടെല്ലാം നടന്നേച്ച് പിന്നെ സമയമില്ലെന്ന് ഞങ്ങളോട്. അപ്പം അതുകൊണ്ട് പറയുന്നില്ല. അപ്പം എന്തായാലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൽ പരം മറ്റൊരു ഭാഗ്യം നമുക്ക് ലഭിക്കാനുമില്ല. എല്ലാവരിലും ശ്രേഷ്ഠൻ കർത്താവാകുന്ന യേശു ക്രിസ്തു മൽക്കീസദേക്കിനെ വിസ്തരിച്ചു വരുന്ന കൂട്ടത്തിലാണെങ്കിലും പൗലോസ് പറയുക, ഇവനെത്ര മഹാനെന്ന് നോക്ക്, വേറൊരു ഭാഗത്ത് സൂക്ഷിച്ചു നോക്ക്, വേറൊരു ഭാഗത്ത് ശ്രദ്ധിച്ചു നോക്ക്. സ്തോത്രം, എത്ര മഹാനാ, ദൈവത്തിന് മഹത്വം. ഉന്നത ദൈവാനന്ദനുലകിൽ വന്നിതു കന്യാജാതനായി, ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമ. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു ഓരോ അധ്യായത്തിലും ക്രിസ്തു ശ്രേഷ്ഠനാണെന്ന് തെളിയിച്ചു. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇവിടെ 10-ാം അധ്യായത്തിന്റെ 32 മുതലാണ് നമ്മൾ വായിച്ചത്. 10-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം, നമുക്ക് വേണ്ടി ഒരുവൻ സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തി യേശു ഇപ്പൊ സ്വർഗത്തിലുണ്ട്. ആ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ വായിക്കുമ്പോൾ 2-3 കാര്യം ഇവിടെ ഓർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഗതിന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തിയല്ലാന്. അപ്പൊ നിങ്ങൾ അടുത്തു വരണം. അകന്നൊന്നും ഇരിക്കരുത്, ദൂരെ മാറിയിരിക്കരുത്, പാത്തിരിക്കരുത്, പമ്മിയിരിക്കരുത്, ഉഴപ്പിയിരിക്കരുത്. നിങ്ങൾ അടുത്ത് വരണം. യോഗത്തിന് വന്നാലും ഉഴപ്പിയിരിക്കുന്ന ആൾക്കാരുണ്ട്. കയറിയിരിക്കാൻ പറഞ്ഞ ഉടനെ കസാരയായിട്ട് പുറകോട്ട് പോകും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. കൺവെൻഷന് മുന്നിൽ കസേര കിടന്നാലും മുന്നോട്ട് കയറുകയല്ല. ഇനി മുന്നിൽ കിടക്കുന്ന കസേര എടുത്തുകൊണ്ട് നേരെ ഒന്നും ഗുണം വന്ന കേസല്ല, അല്ല, പിന്നെ വരുന്നേ ഉള്ളൂ. ചിലര് ഇവിടെ പിന്നെ വീട്ടിൽ സൗകര്യമില്ലാഞ്ഞിട്ടാ ചിലര് പുറത്തിരിക്കുന്നത്. ചിലര് മുറിക്കകത്ത് ഇടയുണ്ടെങ്കിലും വീട്ടു പ്രാർത്ഥനയ്ക്ക് വന്നാൽ മുറിക്കകത്തിരിക്കുകയല്ല, അവർ മുറ്റത്തും പരിയും പുറത്തും. ശരിയല്ല. ഇവിടെ പിന്നെ എല്ലാവരും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ചിലര് പിതാക്കന്മാരും ചിലരും ഒക്കെ വെളിയിരിക്കുന്നത് ഇവിടെ സൗകര്യം ഇല്ലായിട്ടാ. അത്ര ഇല്ലാഴിയ ഇല്ല. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങള് അടുത്തു വരാൻ പറഞ്ഞു, അടുത്തു വരണം. അപ്പൊ ആരംഭകാലത്ത് ഇവർ അടുത്ത് നിന്നവരാ. എബ്രായ വിശ്വാസികൾ ആരംഭകാലത്ത്
അടുത്ത് നിന്നതാ. അതിന് തെളിവിനൊരു ഒത്തിരി വാക്യമുണ്ട്. ഇപ്പൊ ഒന്ന് വായിച്ചാൽ മതി. അരി വെന്തോന്ന് എല്ലാ അരിയും പിടിച്ച് ഞെക്കണ്ടല്ലോ, വേണ്ട, ഒന്ന് ഞെക്കിയാൽ മതി. 6:9 മുതൽ വായിര് നേരത്തെ എങ്ങനെ ആയിരുന്നെന്ന് വായിക്കുകയല്ലേ. എന്നാ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നെന്നും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തി, ആ പ്രവൃത്തി എന്നാ? ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും. എന്നാ ഒരു തപ്പലും എപ്രാളും ആർക്കും വിടവ് കൊടുക്കാതെ വായിക്കുകയാന്നല്ലോ. അപ്പം വൃത്തിയായിട്ട് വായിക്കും. ഒന്നുകൂടെ വായിച്ചു. അല്ലല്ലോ, ഇവിടെ വായിച്ചു. വിശുദ്ധന്മാരെ ഓളിയം കുറയുന്നല്ലോ, നന്നായിട്ട് വായിച്ചു. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും. അപ്പൊ ഇവര് ദൈവനാമത്തെ സ്നേഹിച്ചവരാ, കർത്താവിനെ സ്നേഹിച്ചവരാ, കർത്തൃവേലയെ സ്നേഹിച്ചവരാ, കർത്താവിന്റെ ദാസന്മാരെ സ്നേഹിച്ചവരാ. അവരെ നന്നായി ശുശ്രൂഷിച്ചു. ഇവര് ശുശ്രൂഷ ചെയ്യുന്നവരും ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്നവരുമാണ്. അപ്പൊ ആരംഭകാലത്ത് നന്നായിട്ട് ഇവര് ശുശ്രൂഷിച്ചു. ഞാൻ പഴയ കാലമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ അനുഭവസ്ഥരാ. പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 2 കോഴി മുട്ട കിട്ടാൻ പിള്ളേർക്ക് കൊടുക്കല എന്നൊക്കെ ബുദ്ധിമുട്ടും ഞെരുക്കവും ഉള്ള സമയമാണ്. പഴയ അമ്മമാർ കോഴി മുട്ടയിട്ട് കൊക്കി ഉടനെ ഓടിച്ചെന്ന് മുട്ട അങ്ങ് എടുക്കും. അരിക്കകത്തോ ഉമിക്കകത്തോ എവിടെയെങ്കിലും കൊണ്ട് പാത്ത് വെക്കും. കൊച്ചുങ്ങൾ കൊടുക്കും. കൊച്ചുങ്ങൾ ഇങ്ങനെ വെച്ചെന്ന് പ്രാണം തല്ലി പെരുക്കി വിട്ട് നടക്കുക, കൊടുക്കുകയല്ല. പണ്ട് ഉപദേശിമാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ സുവിശേഷ വില ചെയ്ത് നടന്നും ക്ഷീണിച്ചുമൊക്കെ വരുമ്പം പെട്ടെന്ന് ഈ അമ്മ പിള്ളേർക്ക് കൊടുക്കാതെ മാറ്റി വെച്ച മുട്ടയും പുഴുങ്ങി കട്ടൻ കാപ്പിയും ഉപദേശിമാർക്ക് കൊണ്ട് കൊടുക്കും. കൊച്ചുങ്ങളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക, ഉപദേശി മുട്ട. അങ്ങനെയുള്ള വീടുകളും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അധികം വിവരിക്കുന്നില്ല. അവരെ ഒന്നും ദൈവം മറന്നിട്ടില്ല, മറക്കത്തുമില്ല. അവരുടെ സന്തതിയെയും സന്തതിയുടെ സന്താനങ്ങളെയും ദൈവം ആദരിച്ചിട്ടുണ്ട്. ഇപ്പം വന്ന് അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒന്നും മുട്ട വേണ്ട. രാവിലെ എന്തുവാ ബ്രേക്ക്ഫാസ്റ്റ്? അപ്പോ മുട്ടക്കറി. മുട്ട ഇറങ്ങുകയല്ല. അങ്ങനത്തെ കാലമായി. സ്തോത്രം ആട്ടെ. ഇപ്പൊ ഉപദേശിമാർക്കും മുട്ട വേണ്ട. മുട്ട കൊണ്ട് കൊടുത്താൽ മോശ കനാൻ നാട് കണ്ട പോലെ മുട്ട കണ്ടേ ചിരിക്കുകയല്ല. എല്ലാവർക്കും കൊളസ്ട്രോളും പരുവൊക്കെ ഇടാ. ഏതായാലും ഞാൻ രാവിലെ ഒരു മുട്ട കഴിച്ചു. കള്ളം പറയാനൊക്കത്തില്ലല്ലോ. നിങ്ങളെല്ലാം ഉപവസിച്ചിരിക്കുക, പുള്ളി ഉപവാസമാണെന്നും ധരിക്കണ്ട. ഞാൻ കഴിച്ചു വെച്ചാവാൻ. പിന്നെ അമ്മയ്ക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ദൈവത്തിന്. അപ്പൊ എനിക്കും കുഴപ്പമില്ല, നമുക്ക് രണ്ടും കുഴപ്പമില്ല. ദൈവത്തിന് മകത്ത്. അപ്പൊ പണ്ട് കാലത്ത് ഇങ്ങനെ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. അപ്പൊ ആരംഭകാലത്ത് ഇവരൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് ചുമല കൊടുത്തത് തീക്ഷ്ണതയോടെ. ആ 10-ാം അധ്യായത്തിന് 32 മുമ്പേ വായിച്ചെടുത്തുണ്ട്. നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭാവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം. വളരെ പ്രതികൂലത്തിൽ കൂടെ ഈ മാർഗത്തിൽ നിന്നത്. ആരംഭ സമയത്തൊക്കെ ഇറങ്ങി വരുന്നത് കഷ്ടം സഹിച്ചെന്ത് അപമാനം എന്ത് നിന്നയേറ്റ ഈ മാർഗത്തിന് വേണ്ടി നിന്നത്. അവരെയൊക്കെ മറക്കരുത്. അവരുടെ നല്ല പ്രവൃത്തികൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ആ നല്ല പ്രവൃത്തികൾ അനുകരിക്കുകയും ചെയ്യണം. സ്തോത്രം. അതാ പുസ്തകത്തിലെ പ്രമാണം. അല്ലാതെ ഉടനെ കയറി ഇപ്പോൾ പുതിയ തലമുറ എഴുന്നേറ്റ് പഴയ കുറെ ആൾക്കാർ ഇറങ്ങി എന്തിനു കൊള്ളാം? അല്ലല്ല, അവരൊത്തിരി കഷ്ടം സഹിച്ചവരാ, അവരൊത്തിരി പീഡകൾ ഏറ്റവരാ. ദൈവത്തിന് അവരെ മറക്കരുത്. അപ്പൊ ആരംഭ സമയത്ത് ഇവര് തീക്ഷണതയോടെ നിന്നവരായ അബ്രായ വിശ്വാസികൾ. എന്നാൽ ഇടയ്ക്ക് ഇവരങ്ങ് ക്ഷീണിച്ചു. ക്ഷീണിച്ചതിന്റെ തെളിവാ 6:12, 12:12. 6:12 മന്നതയെന്നാ കൊടുത്തേക്കുന്നത്. 6:12 ഇല്ലേ? അങ്ങനെ നിങ്ങൾ അപ്പൊ മന്നത, ക്ഷീണമായി, ഡള്ളായി. മന്നത ചൂടിന്റെ ആണോന്നും അറിയത്തില്ല, ഒരു മന്നതയുണ്ട് ചിലർക്ക്. ചൂടിന്റെ ആയിരിക്കും. ഇപ്പം ഇച്ചിരി ചൂട് കൂടുതലാന്നാ പറയുന്നത്. നോട്ടം ഇരുമ്പം കണ്ടിട്ട് ചെറിയ മന്നതയുണ്ട്.
ചൂടിന്റെ ആന്ന് ചിന്തിക്കുന്നതായിരിക്കും യോഗത്തിന്റെ അനുഗ്രഹത്തിന് നല്ലത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മന്ദതയായി. 12 കൂടെ വായിച്ചേ. 12 തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലെന്ന. ആകെ ആ തളർന്ന കൈയും കുഴഞ്ഞ കൈ അങ്ങ് തളർന്നു. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ കൊടുക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. നേരത്തെ കൊടുത്തതാ, വിശുദ്ധന്മാരെ സൂക്ഷിച്ചതാ. ഇപ്പോഴാന്നേലും 10 ചേനയുണ്ട്, എന്നാലും രാവിലെ ഒരു ചേന പറിച്ചോ പോയി തോമി കൊടുക്കണ്ട. പാസ്റ്റർക്ക് ചേന ഇഷ്ടമല്ലെന്നാ തന്നെയല്ല അമ്മാമ്മ പറഞ്ഞ് ചൊറിയുവെന്ന്. ചേന എന്തിനാ വെറുതെ അമ്മാമ്മയെ ചൊറിയിപ്പിക്കുന്നേ? കൈയെല്ലാം തളർന്നു. പണ്ട് ഞായറാഴ്ച നാളിൽ പെയ്ത്തോമിലോട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. പിടിയേരി, പണ്ട് പിടിയേരിയാ മിക്കവാറും സൺഡേ സ്കൂൾ പിള്ളേരുടെ ഇതാ കൊടുത്തു വിടുന്നത്. അന്നൊക്കെ രാവിലെ വൈകിട്ടും കഞ്ഞിയും വെക്കുമായിരുന്നു മിക്ക വീട്ടിലും. അരി മാറ്റുമ്പം ഒരു പിടി, രാവിലെ ഒരു പിടി മാറ്റും, വൈകിട്ട് വരും. അപ്പം ഒരു ദിവസം 2 പിടി, 6 ദിവസം 6, 2, 12 പിടി. ഏതാണ്ട് 3 ഒരു അരി കാണും. 3 ചില്ലുവാനോ അല്ലയോ അമ്മേ? എന്നാലും ഇച്ചിരിയും കൂടി ഇടും, പെയ്ത്തോമിലോട്ടുള്ളതായതുകൊണ്ട് 4 കൂടി ഇടും, തികയ്ക്കും. അത് പിള്ളേരുടെ കൊടുത്തു വിടും. നേരത്തെ സൺഡേ സ്കൂൾ പിള്ളേരുടെ അവരത് സാധാരണ പണ്ട് കണ്ടിട്ടോ, അത് മേശയുടെ കീഴിൽ കൊണ്ട് വെക്കും. പാസ്റ്റർമാർ ഞായറാഴ്ച സഭായത്തിന് ഇരിക്കുമ്പോൾ അവർക്ക് ഒരു സന്തോഷമായി ഇത് കാണുന്നത്. പിന്നെ അല്ല, അവർക്ക് രാത്രി കള്ളനോട്ടടിയുണ്ടോ? കഞ്ഞി വെച്ച് കുടിക്കണ്ടേ? അപ്പൊ അവര് യോഗം നടത്താൻ വരുമ്പം ഈ പൊതിയൊക്കെ കാണുമ്പോൾ അവർക്കും ഒരു പിന്നെ പാട്ടുമൊക്കെ നല്ല ഉത്സാഹത്തോടെ പാടും. ഇപ്പൊ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് പാട്ട് കേൾക്കുമ്പോഴും അറിയാം. അല്ലേ പറഞ്ഞ പാടിയാട്ടെ. പിന്നെ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായാൽ മതി. ആരംഭകാലത്ത് പെന്തിക്കോസുകാര് ഞായറാഴ്ച നാളിൽ കറവയുള്ള വീട്ടിൽ നിന്ന് പശുവിന്റെ പാല് സൊസൈറ്റി കൊടുക്കൽ അന്ന് വിൽക്കുകയല്ല, അത് പെയ്ത്തോമി കൊണ്ടുവരും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. സ്തോത്രം. ഇച്ചിരി ചേമ്പോ ചേനയോ ഏത്തക്കായോ വീട്ടിലുള്ളത്. അയ്യോ, ഞങ്ങൾക്കൊരമ്മയുണ്ടായിരുന്നു, പച്ചമുളക് കൂടെ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പൊതിയും കോഴിമുട്ട, പച്ചമുളക്, കാന്താരി, കരിയാപ്പല, വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് ഇതൊക്കെ ഞായറാഴ്ച കൊണ്ടുവരും. എല്ലാം കൂമ്പ്, വാഴക്കൂമ്പ് എല്ലാം ഞായറാഴ്ച ഇതെല്ലാം കൊണ്ടുവരും. പച്ചക്കറികളൊക്കെ വീട്ടിലുള്ളതല്ല. ഇപ്പം കൈയെല്ലാം തളർന്നു. അങ്ങനെ വലിയ കൊടുപ്പൊന്നും. സ്വോത്രകാഴ്ച എന്ന് പറയുമ്പോഴേ മുഖം ഉടനെ ചുളുങ്ങും. ഇപ്പോ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും. യോഗത്തിന് വരാനും വലിയ താല്പര്യമില്ല. എവിടാ യോഗം? മലയെ തമ്പിയുടെ വീട്ടിൽ. വരുന്നില്ല. പാസ്വേഡ് പറവെക്കുന്ന നമ്മുടെ വീട്ടിലൊരു സഭായോഗം. എല്ലാ വീട്ടിലും സഭായം തുടങ്ങാനിരിക്കുക. ശ്വാസം വിടാത്തൊരു തള്ളയും തോത്രം പറയാത്തൊരു വല്യപ്പനും അവരെ വെച്ചോണ്ടാണ് നമ്മൾ സഭായോഗം ഒക്കുകയും ചെയ്യും. നടക്കാനൊന്നും വയ്യ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആരംഭകാലത്ത് തീഷ്ണതയോടെ നിന്നു. ഇപ്പോൾ ആകെ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും മന്നതേ ഒത്തല്ലോ. അപ്പൊ ഇങ്ങനെ മന്നര പിടിച്ച് ക്ഷീണിച്ച് തളർന്ന് ഇവരെ ഉറപ്പിക്കാനെഴുതിയ ലേഖനമായ എബ്രായ ലേഖനം. ഇങ്ങനെ ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ഇവരങ്ങ് പുറകെ നിൽക്കുക. ആ പുറകെ നിൽക്കുന്ന എബ്രായ വിശ്വാസികൾ പറയാ, പുറകെ നിൽക്കരുത്, ഇനി അടുത്ത് വരാൻ പറഞ്ഞു. നിങ്ങൾ അവിടെ നിൽക്കാതെ ഇനി അടുത്ത് വാ. നിങ്ങൾ പണ്ട് അടുത്ത് നിന്നവരല്ലേ, അടുത്ത് പറ്റി നിന്നവരല്ലേ, ഇതൊക്കെ അനുഭവിച്ചവരും ചെയ്തവരും പ്രവർത്തിച്ചവരും അല്ലേ. ഇപ്പൊ എന്തിനാ നിങ്ങൾ ദൂരെ നിൽക്കുന്നത്? അടുത്ത് വാ, അടുത്തോട്ട് വരാൻ പറഞ്ഞു. 4:16 ഉണ്ട് എവിടോട്ടാ വരേണ്ടതെന്ന്. 4:16 വായിച്ചോ മാമേ? 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും ധൈര്യത്തോടെ ഇനി വരാൻ പറഞ്ഞു. ഇനി പോരും, നിങ്ങൾ പേടിക്കുവൊന്നും വേണ്ട, ഇനി വാ, കൃപാസനത്തിന്റെ അടുക്കലോട്ട് വാ. ഈ വരാൻ വിളിക്കുമ്പോൾ 3 കാരണങ്ങൾ കാണിച്ചാ വിളിക്കുന്നത്. ഇനി വരാൻ പറഞ്ഞത് ഒന്ന്, ആ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ പഠിക്കുമ്പോൾ 3 കാര്യം കാണിച്ചിട്ടുണ്ട്. ഒന്ന്, യേശു ദേഹമെന്ന തിരശീല ചിന്തി ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്.
അതുകൊണ്ട് ദൂരെ ഒന്നും നിൽക്കണ്ട, ആ വഴി കുടിഞ്ഞു വന്നാൽ മതി. വേറെ വഴിയൊന്നും വെട്ടണ്ട, സ്തോത്രം. വേറെ വഴിയൊന്നും കണ്ടുപിടിക്കണ്ട. ഒറ്റ വഴിയുണ്ട്, അത് ദേഹമെന്ന തിരശീല ചീന്തി ഒരുക്കിയ ഒരു വഴിയാ. ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് വഴിയും സത്യവും ജീവനുമാകുന്ന യേശുക്രിസ്തു. ആ വഴി കുടിഞ്ഞു വന്നാൽ മതി. പുണ്യാളന്മാരുടെ വഴിയല്ല, മധ്യസ്ഥന്മാരുടെ ഒന്നും വഴിയല്ല. പരിശുദ്ധന്മാർ വേറെയൊക്കെ ഒത്തിരി പേര് ആക്കിയിട്ടുണ്ട്, അവരുടെ വഴിയൊന്നുമില്ല. ഇത് യേശു ക്രിസ്തു ദേഹമെന്ന തിരശീല ചിന്തി ഒരുക്കിയ പുത്തൻ വഴിയാ. അപ്പൊ ഈ ഒരു വഴി കിടക്കുന്നത് കൊണ്ട് അറച്ചു നിൽക്കുവെന്നും വേണ്ട, ധൈര്യത്തോടിഞ്ഞു വാ വിളിച്ചു. 2, അങ്ങനെ വരുന്നവരോട് പറയുക, യേശുവിന്റെ പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും മോചിക്കുന്ന, ശുദ്ധീകരിക്കുന്ന പുണ്യാക രക്തം ഇവിടെ ഉള്ളത് കൊണ്ട് ധൈര്യത്തോടിഞ്ഞു വാ. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം. ആ രക്തം ഇവിടെ വ്യാപരിക്കുന്നത് കൊണ്ട് അറച്ചു നിൽക്കുവൊന്നും വേണ്ട, ധൈര്യത്തോടിഞ്ഞു പോര്. 3, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. സദാ പക്ഷപാതം ചെയ്യുക. താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ പക്ഷ താതൻ സന്നിധിയിലൻ ആ പക്ഷവാദം ചെയ്യുന്ന. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. പക്ഷവാദം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ച് വാദിക്കുന്നെന്നർത്ഥം. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശു വാദിക്കുന്നു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ വാദിക്കുന്നു. അതെന്തിനാ സ്വർഗത്തിൽ നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുന്നേ? പുള്ളിക്കുമ്പോ വേറെ പണിയൊന്നുമില്ലല്ലോ. അല്ലേലിയൊക്കെ പിന്നെ പറയാം, ഇതിന് സമാധാനം പറഞ്ഞു വെച്ചു. ഞാൻ അവസരമൊക്കെ തരാം. നമ്മൾ ഒടുവിൽ അവസരം എടുക്കുന്നുണ്ട് അതിന്. അപ്പോൾ പക്ഷപാതം ചെയ്യുന്നെന്നാ പറഞ്ഞത്. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ച് വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശു ക്രിസ്തു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. സ്വർഗത്തിൽ നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കാൻ കാരണം എന്നാ ചോദിച്ചത്? ഇങ്ങനെ തന്നെ ഈ ഇരിപ്പിരുന്ന് 5 മണി വരെ പോവുകയുള്ളൂ. എന്നാ ഞാൻ തന്നെ പറഞ്ഞു, കടിച്ചവൻ തന്നെ വിഷം എടുക്കാൻ ഒരു നാട്ടുചൊല്ലുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു? നമുക്ക് വേണ്ടി. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. സ്വർഗത്തിൽ എന്റെയും നിന്റെയും പക്ഷം പിടിച്ച് യേശു വാദിക്കുന്നു. വാദിക്കാൻ കാരണം നമുക്കെതിരെ വാദിക്കുന്ന ഒരുത്തനുണ്ട് അവിടെ. അത് മറ്റാരുമല്ല, അപവാദിയാകുന്ന പിശാച്. അവന്റെ തൊഴിലതാണല്ലോ. രാപകല് അപവാദം പറയാനെന്നാ. ഒരു നേരമാണ് നമുക്ക് സഹിക്കാം, ഉറക്കമൊന്നുമില്ല. അവന്റെ ഏജന്റുമാരും നമ്മുടെ സഭയ്ക്കകത്ത് ഉണ്ട്, ഒത്തിരി ഉണ്ട്. അവൻ അതിനൊത്തിരി മാധ്യമങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക സ്വർഗത്തിൽ. കാരണം എനിക്ക് നിങ്ങൾക്ക് എതിരെ വാദിക്കാൻ ഒരുത്തനുണ്ട്. അത് മറ്റാരുമല്ല, അപവാദിയാകുന്ന പിശാച്. അവനിങ്ങനെ നിരന്തരം പോവുകയും വരികയും ചെയ്യുക സ്വർഗത്തില്. ആര്? പിശാച്. പിശാച് ഇപ്പോഴും സ്വർഗത്തിൽ. പിന്നെ സ്വർഗത്തിൽ പിശാചുണ്ട്, പിന്നെ സഭയെ കാണുകയല്ലേ? ഇവിടെ സ്വർഗത്തിൽ പിശാച് ഇപ്പോഴും ഉണ്ട്, ഇല്ലേ? സ്വർഗം പോലും നിർമ്മലമല്ലെന്നാ. സ്വർഗത്തിലുണ്ടോ എന്നുള്ളത് ചിന്തനീയമാണ്, പക്ഷെ സ്വർഗത്തിലുണ്ട്. വാചകമൊക്കെ മനസ്സിലായി കാണും. അവനിപ്പോഴും സ്വർഗത്തിൽ പോകുകയും വരിക. പിന്നെ ഈ യോഗത്തിനിടയിൽ നിന്നും പോയിട്ടുണ്ട്. ഉണ്ട്. വായിച്ചേ, വെളിപ്പാട് 12:11 എടുക്കും. ആ കണ്ണിക തുടങ്ങുന്നിടത്ത്. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധം കണ്ടെന്ന. പിന്നെ
പിന്നെ സ്വർഗത്തിൽ. അപ്പൊ പിന്നെ സഭയുടെ കാര്യം പറയണോ? സ്വർഗത്തിൽ യുദ്ധം നടന്നെ. അപ്പൊ പിന്നെ സഭയ്ക്കകത്ത് കോടാലി എടുത്ത് അടിക്കുകയും മാക്കത്തിക്കൊണ്ട് വെട്ടാൻ ചെല്ലുകയും കസേര എടുത്ത് അടിക്കുകയും തെറി പറയുകയും ഉപദേശിയുടെ വങ്ങായിക്ക് പിടിക്കാൻ ചെല്ലുകയും കർത്തൃമേശയും പാത്രം തട്ടി ദൂരെ കളയുകയും. സ്വർഗത്തിൽ യുദ്ധം നടക്കുന്നെന്ന്. അപ്പൊ പിന്നെ കന്നാമ്പാലത്ത് യുദ്ധം നടക്കുന്നുണ്ട് വല്ലേ? കന്നാമ്പാലം ഒന്നും കണ്ടല്ലേ? ഉള്ളതാട്ടെ. സ്വർഗത്തിൽ യുദ്ധം നടക്കുന്നു. അപ്പൊ പിന്നെ താഴെ ചർച്ചക്കോട് പൂൾ ഗോസ്ബലിനകത്ത് യുദ്ധം നടക്കുന്നതിൽ, മുളക്കുഴ യുദ്ധം നടക്കുന്നതിൽ എന്നെ താടിക്ക് കൈ കൊടുത്ത് സങ്കടപ്പെട്ടിരിക്കുന്നേ ഇതൊക്കെ കേട്ടങ്ങ് സ്തംഭിച്ചിരിക്കുകയായിരിക്കും. കർത്താവിന്റെ ദാസനോട് വായിച്ച സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. അപ്പൊ അതുവരെ അവിടെ ഉണ്ട് സ്ഥലം. ഈ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം സംഭവിക്കാനുള്ളതാ. ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഇതുവരെ നടക്കാത്തത് കൊണ്ട് കക്ഷി ഇപ്പോഴും പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണല്ലോ ഇയ്യോബിന്റെ വിഷയത്തിൽ ചോദിച്ചു എവിടുന്നാ വരുന്നെന്ന്. പുള്ളി പറഞ്ഞു ഞാൻ എല്ലായിടത്തും വടശ്ശേരിക്കരിലും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ യോഗം നടന്നുകൊണ്ടിരിക്കുക. നല്ല പറ്റിയ ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം പറയാത്തവനും കുതികാല് വെട്ടുന്നവനും പാരയും ടോർപ്പിടവും ഒക്കെ അവിടെ വന്നിരിപ്പുണ്ട്. പിന്നെ യോഗമായതുകൊണ്ട് ചൂടുമൊക്കെ ആയതുകൊണ്ട് പമ്മി ഇരിക്കുന്നതേ ഉള്ളൂ. നല്ല പറ്റിയ ആൾക്കാരാണ്. ഷാജ് അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. നുണ പറയുന്ന തങ്കമാമ്മയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ തങ്കയുടെ പേര് എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമൊന്നും വേണ്ട. ഷാജ് അവിടെ ചെന്നതെല്ലാം പറയാം. മരുമകളുമായിട്ട് കുസ്തി പിടിക്കുന്ന തള്ളയും വന്ന് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അമ്മായിമ്മയ്ക്ക് വെള്ളം കൊടുക്കാത്ത മരുമകൾ അവിടെ ഇരിപ്പുണ്ട്. അവളാ കൂടുതൽ മറുഭാഷ പറയുന്നത്. ഷാജ് അവിടെ ചെന്ന് പറഞ്ഞു. എല്ലാം നല്ല പറ്റിയ പുള്ളിക്കാരാ. അപ്പൊ ഇവനെ ഇങ്ങനെ രാപകൽ ചെന്ന് അപമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ പിശാച് എനിക്കും നിങ്ങൾക്കുമെതിരെ അപമാനം പറയുമ്പോൾ അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പക്ഷം പിടിച്ച് യേശു വാദിക്കുന്നു. നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ഇവിടെ ആരും നിന്റെ പക്ഷം പിടിച്ച് വാദിക്കാനില്ലെന്തെങ്കിലും നിരാശപ്പെട്ടു പോകരുത്. നിന്റെ പക്ഷം പിടിച്ച്, എന്റെ പക്ഷം പിടിച്ച്, നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുവാൻ നമുക്ക് സ്വർഗത്തിലൊരു നല്ല മധ്യസ്ഥനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ അടുത്ത് വാ, ഒന്നൊരു നല്ല വഴി ഒരുക്കി ഇട്ടിട്ടുണ്ട്. ഇനി വാ. 2 പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇനി വാ. 3 പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഇനി വരാൻ പറ. ധൈര്യത്തോടെ വാ. അടുത്ത് ചെല്ലാനാ പറഞ്ഞേക്കുന്നത്. അടുത്ത് വരാനാ. വരുമ്പം പിന്നൊരു കാര്യമുണ്ട്. 2 വിധത്തിൽ ശുദ്ധീകരണം ഉണ്ടായിരിക്കണം. വാന്ന് പറയുമ്പോൾ ചാടിത്തുള്ളി ഇനി പോരുകല്ല. 2 ശുദ്ധീകരണം. 1 ആന്തരിക ശുദ്ധീകരണം, 2 ബാഹ്യ ശുദ്ധീകരണം. അത് 2 വാക്യത്തിലുണ്ട്. എടുത്ത് വായിപ്പിക്കുന്നില്ല. ആന്തരിക ശുദ്ധീകരണത്തിന്റെ വാക്യമാ ഹൃദയങ്ങളിൽ തളിക്കണം. അങ്ങനെ ഒരു പദമുണ്ട്. ഹൃദയങ്ങളിൽ തളിക്കണം. ഹൃദയമാകത്താന്നല്ലോ അല്ലേ? അതോ കൊരങ്ങൻ പറഞ്ഞ പോലെ ഞാൻ അത്തിയുടെ മേളിൽ വെച്ചിരിക്കുക. വെളിയിലോട്ട് പോകുമ്പോൾ ഞാൻ അങ്ങനെ ഹൃദയം കൊണ്ട് പുഴയുടെ നടുക്ക് വന്നപ്പോഴാണ് പറഞ്ഞത് മുതലയോട്. മുതലയുടെ ഭാര്യയ്ക്ക് ഇത് വെച്ച് കൊടുക്കാനാണ്. പുഴയുടെ നടുക്കെത്തിയവൻ പറഞ്ഞു കൊണ്ടുപോകുന്നത് ഹൃദയം എടുക്കാൻ വേണ്ടിയാണ്. കുരങ്ങനല്ലേ? കുരങ്ങൻ അയ്യോ എന്നാൽ പിന്നെ നമ്മളിവിടെ ഇറങ്ങിയപ്പം ഞാൻ വെളിയിലോട്ട് പോകുമ്പോൾ ഹൃദയം അങ്ങനെ പിന്നെ അങ്ങനെ അത്തിയുടെ മേളിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അയ്യോ എന്നാൽ നമുക്ക് തിരിച്ചെടുത്തോണ്ട് വരാം. തിരിച്ചു വിടാൻ പറഞ്ഞു. അത്തിയുടെ കിഴി വന്നപ്പോൾ കുരങ്ങൻ ചാടി കയറി പൊക്കോളാൻ പറഞ്ഞു. സ്കൂളിൽ പഠിച്ചതല്ലേ? നിങ്ങളുടെ അത്ര ഒന്നും പഠിച്ചില്ലല്ലോ. ആ ക്ലാസ് ഞാൻ പോയതാ. നിങ്ങൾ വലിയ പഠിത്തം പഠിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ എത്ര പഠിച്ചെന്നൊക്കെ ബോധ്യമായല്ലോ. അതാണ് ഒരു കാര്യം പറയാ. ഹൃദയമാകത്താ. അല്ല, ഹൃദയങ്ങളിൽ തളിക്കണം എന്ന് പറഞ്ഞാൽ ആന്തരിക ശുദ്ധീകരണം. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ. നിർമ്മല രക്തം, വിലയേറിയ രക്തം, ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഇത് പരിശുദ്ധ രക്തം, പാപമില്ലാത്ത രക്തം, നിർമ്മല രക്തം, നമുക്ക് ജയം തരുന്ന രക്തം, ആരാധിക്കാൻ നമ്മെ യോഗ്യരാക്കി തീർത്ത രക്തം.
ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാക്കളുടെ രക്തവും മലിനപ്പെട്ടവ തളിക്കുന്ന പശുപശുവും ജഡികശുദ്ധി വരുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാൻ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ഈ രക്തത്താൽ തളിക്കണം, ഹൃദയം തളിക്കണം, ആന്തരിക ശുദ്ധീകരണം. അപ്പൊ രണ്ട് ശുദ്ധീകരണം: ഒന്ന് ആന്തരിക ശുദ്ധീകരണം, രണ്ട് ഭാഗ്യ ശുദ്ധീകരണം. ഭാഗ്യ ശുദ്ധീകരണത്തിന്റെ വാക്യം അവിടെ ഒരു പദമുണ്ട്: ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. ശുദ്ധവെള്ളത്തെ പറഞ്ഞാൽ കുപ്പിവെള്ളം മേടിക്കുമല്ലോ, മിനറൽ വാട്ടർ, അതുകൊണ്ട് കുളിക്കണമെന്നല്ല. അവിടെ ശുദ്ധവെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് മായമില്ലാത്ത വചനം. ആ വെള്ളം എന്നുള്ളത് വചനമാണ്. നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ അതിലൊരു വരികൊണ്ട് ഇങ്ങനെ: പോഷിപ്പിക്ക പത്യവചനമാ ക്ഷീരത്താൽ തന്നെ. അടുത്ത ലൈൻ: നിർമ്മല തോയം നിത്യം കുടിപ്പിച്ച് നിർമ്മല മതി. തോയം വെള്ളം, സലിലം, തോയം ജലം, ഇതെല്ലാം വെള്ളമാണ്. നിർമ്മല തോയം ശുദ്ധവെള്ളം, മായമില്ലാത്ത വചനം, കൂട്ട് ചേർക്കാത്ത, മായം ചേർക്കാത്ത, കൃത്രിമം കാണിക്കാത്ത ഉള്ള വചനം. അതുപോലെ ആ തിരുവചനം മായം ചേർക്കാതെ പറഞ്ഞാൽ ഭാഗ്യ ശുദ്ധീകരണം ഉണ്ടാകും. ഈ രണ്ട് ശുദ്ധീകരണവും ദൈവത്തിന് ഇഷ്ടമാണ്. ആന്തരിക ശുദ്ധീകരണവും ഇപ്പൊ ഭാഗ്യ. പക്ഷെ നമ്മുടെ ആൾക്കാർ ആന്തരിക ശുദ്ധീകരണമൊക്കെ പറയും, പുറമെ എങ്ങനെയാണെന്നാലും ഒരു കുഴപ്പം. പിന്നെ ദൈവം അകമല്ലേ അറിയുന്നത്. എടാ, അകം ശുദ്ധീകരിക്കപ്പെട്ട പുറത്തും അറിയാം. നിങ്ങൾ എന്നേക്കാൾ പ്രായമുള്ളവരും കൃഷിക്കാരും ഒക്കെ ഉണ്ട്. അകത്ത് പഴുപ്പ് കയറുമ്പം പുറത്തും അറിയാം പഴം പഴുത്തതാണോ ഇല്ലയോ എന്ന്, ഇല്ലേ? അകത്ത് പഴുക്കും തോറും പുറത്ത് കളറ് മാറും. പച്ചപ്പഴമൊന്നും പറഞ്ഞൊരു പഴമുണ്ട്, എന്നാലും കണ്ടാൽ അറിയാം. പിന്നെ നല്ല കൃഷിക്കാർക്കറിയാം പഴുത്തതാണോ ഇല്ലയോ എന്ന്. പൊട്ടന്മാർക്കറിയില്ല. മനസ്സിലായി കാണും. ഈ കൃപ വന്ന് കുറച്ച് നാളൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ അറിയാം നീ ചൊവ്വിനെ പഴുത്തതാണോ, അകത്ത് പഴുപ്പ് കീറിയിട്ടുണ്ടോ, നീ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഏകദേശം. എല്ലാം ഒന്നും അറിയത്തില്ലെങ്കിലും കുറേയൊക്കെ അറിയാം. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ആന്തരിക ശുദ്ധീകരണവും ഭാഗ്യ ശുദ്ധീകരണവും രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ്. ആന്തരിക ശുദ്ധീകരണം യേശുവിന്റെ രക്തത്താൽ, ഭാഗ്യ ശുദ്ധീകരണം അവൻ നിർമ്മല വചനത്താൽ. രണ്ടും ശുദ്ധീകരിക്കപ്പെടണം. അകവും വെടിപ്പാകണം, പുറവും വെടിപ്പാകണം. കട്ടിലിന്റെ മേളിലെ ഷീറ്റ് മാത്രമല്ലല്ലോ കോടയെന്ന്. പിന്നെയോ പറ, കട്ടിലിന് അടിയും തൂക്കുകയല്ലേ? തൂക്കും. പിന്നെ മിക്കവാറും തൂത്തതുവാ. എൻ്റെ പാസ്റ്റർ ഇപ്പൊ കുനിയാനൊന്നും വയ്യ, ഒരു തൂക്കാൻ ഒരുത്തി വരുമായിരുന്നു. അവള് ഒരു മാസമായിട്ട് വരുന്നുമില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും വരുമ്പോൾ കട്ടിലൊക്കെ ഒന്ന് പിടിച്ച് ചാരി വെച്ചേച്ച് പിറ്റേന്ന് അമ്മാമ്മയ്ക്ക് പനിയും തുമ്മലും. തൂത്തതാ. വല്ലപ്പോഴും തൂക്കുമ്പോൾ തുമ്മലുണ്ടാകും. മനസ്സിലായി കാണുമല്ലോ. വല്ലപ്പോഴും തുമ്മലുണ്ടാകും. പിന്നെ എവിടെയെങ്കിലും അഡ്മിറ്റ് ആക്കേണ്ടി വരും. എന്നും തൂക്കാന്നെ വലിയ കുഴപ്പം വരികയില്ല. മനസ്സിലായി കാണും. സ്തോത്രം. എന്നും തൂത്താൻ വലിയ കുഴപ്പം വരികയില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ആന്തരിക ശുദ്ധീകരണവും ഭാഗ്യ ശുദ്ധീകരണവും. അത് മായമില്ലാത്ത വചനം പറയണം. അതിപ്പോ ആൾക്കാർ ഇഷ്ടപ്പെടുവോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. പുള്ളിയുടെ മോന്ത തെളിയുവോ, അയാളുടെ മുഞ്ഞി എങ്ങനെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ ഏൽപ്പിച്ച കാര്യം പറയുക. ഇഷ്ടമുണ്ടേ സ്തോത്രം പറയുക, ഇഷ്ടമുണ്ടേ കൈ തരിക. അല്ല, വേറെ ഇതിനകത്ത് ഇടപാടൊന്നുമില്ല. സ്തോത്രം. കാര്യം തീർത്ത് പറഞ്ഞേച്ച് പോവുക. അവർക്ക് ഇഷ്ടപ്പെടുമോ, സഭയിലെ മൂപ്പന് ഇഷ്ടപ്പെടുമോ, കാശ് കൊടുത്തൊരു അച്ചായനുണ്ട്, അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം അതല്ല. ഇതിനകത്ത് മായ ഒന്നും ചേർക്കാൻ ഒക്കുകയല്ല. സ്തോത്രം. നിർമ്മല വചനം. ഈ രണ്ടു വിധത്തിലെ ശുദ്ധീകരണത്തോട് വേണം അടുത്ത് വരാൻ. ദൈവത്തിന്റെ മഹത്വം. അതെ, ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. ഇങ്ങനെ വന്നവരോട് 32 മുതൽ വീണ്ടും എടുത്തു പറയുകയാ. സ്തോത്രം. ആ എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം പഴയ കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുക. നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. തടവുകാരോട് നിങ്ങളുടെ സഹതാപം കാണിച്ചതല്ലാതെ ഉത്തമ സമ്പത്ത് സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. കറണ്ട് പോയോ?
ഞാൻ വെള്ളം കുടിക്കാൻ സമയം എടുത്തതാ. അല്ലേ, ഇനി വേണ്ട. 36-ാം വാക്യം വായിച്ചു. അമ്മാമയും വിഷമിച്ചു. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഈ 32 മുതൽ 37 വരെയുള്ള തിരുവെടുത്തിലെ ഇടയ്ക്ക് കയറി പറയാ ഒരു 3 കാലത്തെ പറ്റി പറയുന്നുണ്ട്. കാലമെന്ന് എഴുതിയിട്ടില്ലെങ്കിലും ആശയമല്ല. ഒന്ന് പൂർവ്വകാലം, അതങ്ങനെ എഴുതിയിട്ടുണ്ട്. 2 വർത്തമാനകാലം. വർത്തമാനകാലം എന്ന് എഴുതിയിട്ടില്ലെങ്കിലും വാക്യം വായിക്കുമ്പോൾ വർത്തമാനകാലമാണ്. കാരണം നിങ്ങൾ ധൈര്യം ചെയ്യിക്കരുതെന്ന, ധൈര്യം തള്ളിക്കളയരുത്. അത് വർത്തമാനകാലമാണ്. അടുത്തത് ഭാവി കാലം. സ്തോത്രം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് അതാ ഭാവി കാലം. അപ്പം 3 കാലം. 1 പൂർവ്വകാലം, 2 വർത്തമാനകാലം, 3 ഭാവി കാലം. അപ്പൊ ഇത് 3 ഓർക്കണം. 3 കാലവും ഓർക്കണം. എൻ്റെ പാസ്റ്ററെ ആ കാലം ഒന്നും ഓർക്കാനൊക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ കലികാലമാണ് മുഴുവൻ. കലികാലം ഓർക്കണ്ട, നീ പൂർവ്വകാലം ആദ്യം ഓർക്കണം. ദൈവം നിന്നെ നടത്തിയ വിധം, രക്ഷിച്ച വിധം, ഒരു കണ്ണിന് പോലും ദയ തോന്നാതിരുന്നപ്പോൾ യേശുവിന്റെ സ്നേഹം നിന്നെ തേടിയെത്തി. മരണപത്രത്തിൽ പലരും അകപ്പെട്ടതാ, മാറാരോഗത്താൽ, തീരാവ്യാധികളാൽ. അവിടുന്ന് യേശു നിന്നെ രക്ഷിച്ചത്. ആത്മഹത്യക്ക് താല്പര്യപ്പെട്ട രംഗങ്ങൾ ഉണ്ടായിരുന്നു സാഹചര്യ നിമിത്തം. പക്ഷെ അതിനെ ഏൽപ്പിക്കാതെ ദൈവം നിന്നെ വിടുവിച്ചു. സ്തോത്രം. ചാർച്ചക്കാരും ബന്ധുമിത്രാദികളും പ്രിയപ്പെട്ടവരൊക്കെ പ്രതികൂലമായി നിന്നൊരു കാലമുണ്ടായിരുന്നു. അതൊന്നും മറന്നു പോകരുത്. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കൾ പൂർവ്വകാലമൊക്കെ ഓർക്കുന്ന നല്ലതാ. ഇപ്പൊ സ്കൂളിലൊക്കെ പഠിച്ചവരൊക്കെ പൂർവ്വകാല വിദ്യാർത്ഥികളൊക്കെ ഒന്നിച്ച് കൂടുന്നുണ്ട്. ഇന്ന് ഞാൻ രാവിലെ അടക്കത്തിന് ചെന്നപ്പോൾ ഒരു സഹോദരി എഴുന്നേറ്റ് പറഞ്ഞു, സ്തോത്രം, ഞങ്ങൾ പൂർവ്വകാല വിദ്യാർത്ഥികളാണെന്ന്. അവർക്കൊരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ദൈവമക്കളെ പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർക്കുന്ന നല്ലതാ. ഉടുതുണിക്ക് മറുതുണിയില്ലായിരുന്നു, കയറി കിടക്കാൻ ഇടമില്ലായിരുന്നു, വാടകയ്ക്ക് പോലും വീടില്ലായിരുന്നു, വാടക കൊടുക്കാൻ ഭാരപ്പെട്ട സമയം, കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിക്കുമെന്ന് ഓർത്ത് വ്യാകുലപ്പെട്ട് ചില പിള്ളേരുടെ പഠിത്തം ഫീസില്ലാഞ്ഞതുകൊണ്ട് നിർത്തി. ഇതൊക്കെ ഒന്ന് ഓർക്കുന്ന നല്ലതാ. ഇട്ടുമാറാൻ നല്ല ഷർട്ട് പോലും ഇല്ലായിരുന്നു. ഉള്ള ഷർട്ടിന്റെ കോളർ കീറി പിന്നെ തിരിച്ചു വെച്ചടിച്ച്, തയ്യക്കാരനോട് പറഞ്ഞു തിരിച്ചു വെച്ചൊന്ന് അടിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഇട്ടവരുണ്ട്. സ്തോത്രം. ചേട്ടൻ്റെയോ അനിയൻ്റെയോ അല്ലെങ്കിൽ കസിൻസിൻ്റെയോ ഒക്കെ ഷർട്ട് മേടിച്ച് കൂലിക്ക് ഇട്ട് കല്യാണത്തിന് പോയതുമൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. ആ വഴിയിൽ അവൻ നിൽക്കുകയും ചെയ്തു. നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഷർട്ട് ഊരി മേടിക്കാൻ. എന്നെ ഇത്ര താമസിച്ച എന്നാന്ന് നമ്മൾ പറഞ്ഞ, എടാ കഴുകിയേച്ച് തരാം. വേണ്ട വേണ്ട, ഞാൻ കഴുകിക്കോളാം. എല്ലാവർക്കും ഞാൻ പറയുന്നത് മനസ്സിലാകുകയല്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ നിങ്ങൾ ചാൾസ് രാജകുമാരൻ്റെ അനിയനാന്ന് പറഞ്ഞായിരിക്കുന്നത്. അഹങ്കാരത്തിന് ഒരു കുറവും ഇതൊക്കെ വന്നിട്ടും, കോവിഡും വന്ന് വെള്ളപ്പൊക്കവും വന്ന് അങ്ങേയറ്റം പറ്റിയിട്ടും അഹങ്കാരത്തിന്. ഞാനിത് പറഞ്ഞപ്പോൾ ചിലർ ഞങ്ങൾ ചാൾസ് രാജകുമാരൻ്റെ അനിയനായിരുന്നു ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ. നിനക്ക് നല്ലൊരു കൂറത്തുണി പോലും ഇല്ലായിരുന്നു. ഇനി ഇത് കൂടുതൽ ഞാനങ്ങനെ ഒരു മര്യാദ വേണ്ടായി. സ്തോത്രം. ദൈവം നിന്നെ നടത്തിയ വിധം ഒന്നും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരു സൈക്കിൾ പോലും ഇല്ലായിരുന്നു. ആർക്കെങ്കിലും 1-2 പേർക്ക് ഒരു ചെറിയ വണ്ടി ഉണ്ടായിരുന്നു. നമ്മളത് തൊടാൻ ചെന്നപ്പോൾ ഡ്രൈവർ പറഞ്ഞു, തുടരുത് ദൂരെ നിന്നൊക്കെ. ഇപ്പം നമുക്കും 2 വണ്ടിയുണ്ട്, പുതപ്പിച്ചിട്ടിരിക്കുക, എടുക്കുകയല്ല. വല്ലപ്പോഴും കയറി ഒന്ന് എരപ്പിക്കും. നമ്മുടെ നിരപ്പിച്ചിട്ടേച്ച് അവരോട് ചോദിക്കും, യോഗത്തിന് പോകുന്നുണ്ടോ? ഉണ്ട്. നമ്മുടെ നിരപ്പിച്ചിട്ടേക്കുക, നമ്മുടെ എടുക്കുകയല്ല. അവരോട് ചോദിക്കുക, പോകുന്നുണ്ടോ യോഗത്തിന്? എന്ന് പറഞ്ഞാൽ ആ പോണമെന്നുണ്ട്. അമ്മാമ്മ വരുന്നുണ്ട്. ആ വരണമെന്നുണ്ട്. എങ്ങനെയാന്നാ ഇങ്ങനെ? നിന്റെ ഈ വെളച്ചിലും വിദ്വാഴ്മയും എല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക. തട്ടിപ്പും വെട്ടിപ്പും അല്ല. അല്ല, ഓർക്കുന്ന നല്ലതാ. പിന്നെ ഏതായാലും വെറുതെ ഇരിക്കല്ലോ സ്വോത്രം പറയാതെ. ഇതൊക്കെ ഒന്ന് ഓർക്കുന്ന നല്ലതാ. പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർക്കേ. ദൈവം തന്നെ നടത്തിയ വിധം ഒന്ന് ഓർക്കേ. കാത്തു കൃപയും കാലം മുഴുവൻ നീ കൈവിടാതന്നെ കൺമണി പോലെ. കാത്തു കൃപയും കാലം മുഴുവൻ
ജീവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ കലങ്ങിയുള്ളം നീറും നേരം കലങ്ങിയുള്ളം നീറും അരികിൽ വന്നേകി ആശ്വാസം അരികിൽ വന്നേകി മമ മണാള നിൻ പ്രേമത്താലേ മമ മണാള നിൻ പ്രേമത്താലേ നിറയും നേയൻ ഉള്ള ഇന്നേരം നിറയും നേയൻ മറന്നാലും ഓരമ്മതൻ കുഞ്ഞിനെ മറക്കുകിൽ ഒരു നാളു നീ എന്നെ മറന്നാലും ഓരമ്മതൻ കുഞ്ഞിനെ മറക്കുകിൽ ഒരു നാളും നീ എന്നെ വാങ്ങിച്ചല്ലോ നിൻ ഉള്ളൻ കൈയിൽ വാങ്ങിച്ചല്ലോ നിൻ ഉള്ളൻ കൈയിൽ വാക്ക് മാറാത്ത മകേശ വാക്ക് മാറാത്ത മമ മണാള നിൻ പ്രേമത്താലേ മമ നിറയും നേയനുള്ളം ഇന്നേരം നിറയും നേയൻ അതിശയാമേ യേശുവി സ്നേഹം ആനന്ദാമേ ആയതിൻ ധ്യാനം അതിശയാമേ യേശുവി സ്നേഹം ആനന്ദാമേ ആയതിൻ ധ്യാനം ആഴമുയരം നീളം വീതി ആഴമുയരം നീളം വീതി ആർക്ക് ഗ്രഹിക്കാ നിൻ പ്രേമം ആർക്ക് ഗ്രഹിക്കാ മമ മണാള നിൻ പ്രേമത്താലേ മമ മണാള ഓ നിറയുന്നേയനുള്ളം ഇന്നേരം നിറയുന്നേയൽ കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. അവിടുത്തെ ദിവ്യ സ്നേഹം ദൈവത്തിന്റെ മഹത്വം ആട്ടെ അധികം വിവരിക്കുന്നില്ല. കർത്താവിന്റെ മഹത്വം പൂർവ്വകാലം ഒന്ന് ഓർക്കുന്ന നല്ലതാ. അന്ന് ഇതുപോലെ വീടൊന്നും ഇല്ലല്ലോ പലർക്കും. ചാണകം ഇട്ട് മെഴുകിയ തറ ആനവായം വരെ എന്നാ പഴയ ആൾക്കാർ പറയുന്നത്. ആനവായം വരെ ഒറ്റവാതിലേ ഉള്ളൂ. ആനവായം വരെ ഈട്ടിയുടെയും തേക്കിന്റെയും ഒന്നും കഥകില്ല. ഈ ചെറ്റയാ മുള ചതച്ചതോ തത്തുല്യമായത്. അത് കെട്ടി പഴയ അപ്പച്ചന്മാർക്കറിയാം. കെട്ടി ക്രോസ് വെക്കുന്നത് ഒന്നെങ്കിൽ കല്ലമുളയുടെ ഒരു ഇതോ അല്ലെങ്കിൽ നല്ല വിളഞ്ഞ കാപ്പി ഉണ്ടെങ്കിൽ അല്ലേ കാപ്പി അങ്ങോട്ട് വെച്ച് ഇങ്ങനെ വെക്കുക. പൂട്ടതാ. ഇപ്പോഴോ ഇപ്പൊ ഈട്ടിയുടെയും തേക്കിൻ്റെയും കഥകൊക്കെ ആയി ഭയങ്കര പൈസയായി. പിന്നെ അതിന് ചിത്രപ്പണി കൊത്തുപണി ചിലർ വാക്യം എഴുതുന്നു, ചിലർ ഫോട്ടോ വെക്കുന്നു. അതിൽ തന്നെ ഉണ്ട് അതെല്ലാം. പൂട്ടുമൊക്കെ പ്രത്യേക പൂട്ടാ. ഒന്ന് പൂട്ടി, രണ്ട് പൂട്ടി, ഒന്നുകൂടെ പൂട്ടി ഇടിച്ചു നോക്കി, എന്നിട്ട് പിന്നെ പെരയ്ക്ക് ചുറ്റും നടന്ന് ഒന്നുകൂടെ ഒന്ന് കൊട്ട്, എന്നിട്ട് ആ യോഗത്തിന് വരുന്നത്. എന്നിട്ട് വിട്ടിരിക്കുമ്പോൾ പിന്നെയും ചിന്തയാ. അതുകൊണ്ട് ഇപ്പം എന്നെ എല്ലാവരും യോഗത്തിന് വരിക. അല്ല അച്ചായനെ അവിടെ ഇരുത്തിയിരിക്കുക. നമ്മൾ അച്ചായൻ എന്ത് ചെയ്യുക? വീട്ടിലുണ്ട്. ആ അവിടെ ഇരുത്തിയിരിക്കുക. അതിന് ഓ എല്ലാവരും കൂടെ വീടിട്ടേച്ച് ആട്ടെ. പണ്ട് ചെറ്റപ്പരയായിരുന്നപ്പം ചെറ്റ തട്ടിയേച്ച് ക്രോസ് കമ്പുമ്പോൾ ചെല്ലരിഞ്ഞ് പോരുക. ആ അനുഭവത്തിൽ നിന്നൊക്കെ ദൈവം ഒത്തിരി വ്യത്യാസം തന്നെന്നായി പറഞ്ഞു. പണ്ട് ഒരു നല്ല ചെരുപ്പ് പോലും ഇടാനില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇല്ല. ഈ ചെരുപ്പില്ലല്ലോ. കല്യാണത്തിന് പോയപ്പോൾ അപ്പുറത്തെ പിന്നെ സഹോദരിയുടെ ചെരുപ്പ് കടം മേടിച്ചോണ്ടാ. പിന്നെ ഒരുങ്ങി സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി ചെന്ന് പറഞ്ഞ് ലില്ലിക്കുട്ടി ആ ചെരുപ്പ് ഇങ്ങോട്ട് താ. ആ കല്യാണത്തിന് പോകാനാ. എവിടെ? തിരുവല്ലായിൽ. ഞാൻ പോയിട്ട് വരുമ്പോൾ തിരിച്ച് ആ സൂക്ഷിച്ചോണം. ലില്ലിക്കുട്ടിയുടെ നിർദ്ദേശം കഴിഞ്ഞ ദിവസം മേടിച്ചതാ. സൂക്ഷിച്ചോണം. ഓ ഞാൻ സൂക്ഷിച്ചോണം. ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പം ബസ് വരുന്നു. ഓടി ചെന്നപ്പം മള്ളിയും പൊട്ടി. ബസ്സേ കയറാൻ ഓടിയതാ. പിന്നെ ലില്ലിക്കുട്ടിയുടെ ഒരു ചെരുപ്പ് എടുത്ത് പൊതിഞ്ഞ് കല്യാണത്തിന് തിരുവല്ലായി പോയി. ഇങ്ങോട്ട് വരുമ്പം പൊട്ടിയ ചെരുപ്പ് ലില്ലിക്ക് കൊടുത്താൽ ലില്ലി അറകല തുള്ളും പോലെ
തുള്ളു. പിന്നെ ഇടയ്ക്ക് കടയിലിറങ്ങി 50 പൈസയ്ക്ക് വള്ളി അവിടെ മുതൽ വള്ളി കയറ്റാൻ നോക്കിയതാ, തള്ളവരലും ഉണ്ട്. അല്ല, ഇതൊക്കെ നോർക്കുന്ന നല്ലതല്ലേ? ലില്ലിക്കുട്ടിയുടെ വീടിൻ്റെ അവിടെ വന്നപ്പോൾ വള്ളി ഇതിനകത്ത് കമ്പും കൂടെ ചേർത്ത് കുത്തിക്കയറ്റി. എന്നാ നിന്റെ ചെരുപ്പ് വള്ളി കുട്ടിയല്ലേ? എൻ്റെ എടി ഞാൻ ഇട്ടില്ല അങ്ങോട്ട് ഓടിയപ്പോൾ. എന്നാലും എൻ്റെ വള്ളിയായിരുന്നു നല്ലത്. മനസ്സിലായോ? പുതിയ വള്ളി കൊടുക്കുകയും ചെയ്ത്, എന്നാലും ഒരു പഴി. എൻ്റെ വള്ളിയായിരുന്നു. ഇപ്പം നിനക്ക് എത്ര ചെരുപ്പുണ്ട് ഇടാൻ? അടുക്കളയിൽ ഇടാനൊന്ന്, ബെഡ്റൂമിൽ ഇടാനൊന്ന്, പുറത്തിടാനൊന്ന്, ബാത്റൂമിലൊന്ന്, സഭായത്തിന് പോകാനൊന്ന്, കല്യാണത്തിന് പോകാൻ. അല്ല, ഇതൊക്കെ നോർക്കുന്ന നല്ലതല്ലേ? ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് പാസ്റ്റർ ഞങ്ങൾക്ക് രാജസ്ഥാനിലെ ഷൂസൊക്കെ ആയിരുന്നു നേരത്തെ. ഷൂസ് അല്ല, മോന്ത കണ്ടിട്ട് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല കേട്ടോ. മോന്ത തെളിയുന്നില്ലല്ലോ. ഞാൻ കണ്ട് മോന്തയൊന്നും തെളിയുന്നില്ല. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിരിക്കുക. സ്തോത്രം. നിനക്ക് നല്ലൊരു സാരി ഉണ്ടായിരുന്നു. സ്തോത്രം. നിനക്ക് നല്ലൊരു ചെരുപ്പുണ്ടായിരുന്നു. ഇതെല്ലാം ഈ മാർഗത്തിൽ വന്ന് ദൈവം നിനക്ക് തന്നത്. കയറിക്കിടക്കാൻ ഇടം ദൈവം തന്നു, നല്ല വസ്ത്രം ദൈവം തന്നു, യാത്ര ചെയ്യാൻ വാഹനം ദൈവം തന്നു. തന്നതിനെല്ലാം നന്ദിയുള്ളവരായിരിക്കും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. ഞാൻ സഭയിലാന്നേലും പറയും, ഈ കിട്ടാത്തതിനിരുന്ന് മോങ്ങരുത്, കിട്ടിയതിനെല്ലാം നന്ദി പറയണം. ഈ പെന്തിക്കോസുകാരുടെ കുഴപ്പടി ഒരു കുഴപ്പടി ഇതാ, കിട്ടാത്തതിന് അങ്ങ് ഇരുന്നങ്ങ് മോങ്ങുക. ലോകത്തിന് വന്ന മോന്തയും തെളിയുക, ഒന്നാമതെ കാണാൻ കൊള്ളുകയല്ല. ഞാൻ എൻ്റെ കാര്യമായി പറയുന്നത്. ഒന്നാമത് തെളിഞ്ഞിരിക്കണ്ടേ? സ്തോത്രം. ഞാൻ ഉദാഹരണം പറയുക. പിള്ളേരെത്രയാ? മോനോ മോളോ? ഒരു മോന്. മോൻ്റെ പേരെന്നാ? പ്രൈസിന് ഇപ്പം കർത്തൃദാസന് ഒരു പേന കൊണ്ട് കൊടുക്കുക. ഉദാഹരണമാ, പേന കൊണ്ട് കൊടുത്തു. എടാ, ഇന്ന പ്രൈസ് പേന. അവനെന്ന് മേടിച്ചു. പാസ്റ്റർ ശുശ്രൂഷയ്ക്കൊക്കെ പോയി പിറ്റേന്ന് വന്നു. പിന്നെ അവൻ്റെ മോന്ത തെളിയുന്നില്ല. എന്നാടാ? എനിക്ക് മൊബൈലില്ല. നീ കാപ്പ് കുടിച്ചോ? വല്ലതും കഴിച്ചോ? 4 മണി വിട്ട് വന്നിട്ട് എനിക്ക് മൊബൈലില്ല. ഉടനെ അദ്ദേഹം, മോനല്ലേ, ഇവിടെ എന്തെങ്കിലും ഒരു മൊബൈൽ അവന് പഠിക്കാനും കൂടെ വേണമല്ലോ. കടം മേടിച്ചോ, ചോദിച്ച് മേടിച്ചോ, എങ്ങനെയും കൊണ്ട് കൊടുത്തു. എന്നാടാ മൊബൈൽ? അതുമായിട്ട് അകത്ത് കയറി. പിന്നെ അവൻ വെളിയിൽ ഇറങ്ങുകയല്ല. പിറ്റേന്ന് പുള്ളി വന്നു, പ്രൈസേ എന്നാ പറ്റും? എന്നാ പറ്റാനാ? എന്നാ? ലാപ്ടോപ്പില്ല. ഞാനെന്തിനാ ജീവിക്കുന്നത്? പുള്ളിയോട് ചോദിക്കുക, ഞാനെന്തിനാ? എന്നെ അപ്പുറത്തെ സുനിലിന് ലാപ്ടോപ്പ് ഉണ്ട്. കിഴക്കയിലെ ബ്ലസൻ്റെയിൽ നല്ല ബേച്ചാൻ്റെയിൽ ആപ്പിളിൻ്റെ ലാപ്ടോപ്പ്. എനിക്ക് ജീവിക്കണമെന്നേ. ഇങ്ങേർക്ക് എന്തെങ്കിലും സന്തോഷം വരുമോ? അവനെ ഞെക്കിക്കൊല്ലുവൊന്നും വേണ്ട, എന്നാലും സന്തോഷം വരുമോ? ഇല്ല, വരികയില്ല. അതേസമയം ഇദ്ദേഹം പേന കൊണ്ട് കൊടുത്തു. പിറ്റേന്ന് വന്നപ്പോൾ അവൻ തുള്ളിച്ചാടി വന്നപ്പോൾ, അപ്പാ പേന നല്ല പേന ആയിരുന്നു കേട്ടോ, എഴുതിയിട്ട് ഹാൻഡ് റൈറ്റിങ് കുറച്ചുകൂടെ നന്നായി. ടീച്ചർ ചോദിച്ചു, എവിടെ നാടായി പേന എന്ന്. എൻ്റെ കൂട്ടുകാർ ചോദിച്ചു, ആര് തന്ന പേന? ഞാൻ പറഞ്ഞു, എൻ്റെ പപ്പാ കൊണ്ട് തന്നതാ. അപ്പം അവർ പറഞ്ഞു, ഇത്രയും പേന ഉണ്ടെങ്കിൽ നിൻ്റെ പപ്പായോട് പറയണം, ഞങ്ങൾക്കൂടെ. ഇത് കേൾക്കുന്ന സന്തോഷമല്ലേ? അല്ലേ? ഇത് തന്നെ ദൈവത്തിന്. ദൈവം നിനക്ക് ആയുസ് തന്നില്ലേ? ആരോഗ്യം തന്നില്ലേ? നടന്നാന്നിലൂടെ വന്നിരിക്കാൻ ഭാഗ്യം തന്നില്ലേ? ഭക്ഷണം തന്നില്ലേ? യോഗ്യമായി ധരിക്കാൻ വസ്ത്രം തന്നില്ലേ? ആദ്യം ഇതിന് നന്ദിയുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്ത്. നീ അന്നേരം പുലിക്കെടുന്നിൽ കുത്തിയതുപോലെ മോന്തയായിട്ട് വന്നിരിക്കുക യോഗത്തിന്. തെളിയുന്നില്ല. ഞാൻ കണ്ട് തെളിയുന്നില്ല.
ഇനിയിപ്പോ തെളിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഉമ്മ മെനക്കേട് കേസുകള്. സ്തോത്രം. നിന്റെ ഇനി മോന്ത തെളിയും നേരെ കിടക്കുമ്പോ. അന്നേരം അവര് തെളിച്ചോളും, നേഴ്സുമാര് തെളിച്ചോളും. പൗഡറും ഒക്കെ ഇട്ട് നന്നായിട്ട് മനസ്സിലായി കാണും. സ്തോത്രം. ആണ്ട പിന്നെ മോന്ത വീർപ്പിച്ചിരിക്കുന്ന ഓരോന്ന്. മോന്ത തെളിയത്തില്ല. ലഭിച്ചതിനെല്ലാം നന്ദി പറ. ദൈവം നിനക്ക് ആയുസ് തന്നില്ലേ? ദൈവം നിനക്ക് ആരോഗ്യം തന്നില്ലേ? ദൈവം നിനക്ക് ഭക്ഷണം തന്നില്ലേ? ദൈവം നിനക്ക് പാർപ്പിടം തന്നില്ലേ? ദൈവം നിനക്ക് ബലം തന്നില്ലേ? ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക. പിന്നെ ഇപ്പം ചിലരുടെ മോന്ത തെളിയാത്തത് ഞാൻ വന്നത് കൊണ്ടായിരിക്കും. അയാളെ തള്ളിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇയാളാന്ന് അറിഞ്ഞിരുന്ന ഞാൻ ഇരിക്കുകയെ. ഇനിയിപ്പോ എഴുന്നേറ്റ് പോകാനൊക്കില്ല. ബോധമില്ലാത്തവനാ വല്ലതും വിളിച്ചു പറഞ്ഞ. അല്ല, എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ, രോഗം കാണുമ്പോൾ പിടികിട്ടും. പിന്നെ ഞാനും 10-30 വർഷമായിട്ട് ഈ ശ്വാസമല്ലയോ ശ്വസിക്കുന്നത്. എനിക്ക് നല്ല രോഗിക്ക്, ഈ പുതിയ ഡോക്ടറെക്കാളും പഴയ രോഗിക്ക് ആ മരുന്ന് തിട്ടം. അതെ 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 ആ പുതിയ ഡോക്ടർമാർക്ക് അത്രയും ഇല്ല. പഴയ രോഗിക്കും സാറേ ഇത് കഴിക്കുകയല്ല, ഇത് കഴിച്ച് പണ്ട് കഴിച്ചപ്പോൾ സൈഡ് എഫക്റ്റ് വന്നതാ, മെയിൻ ഡോക്ടറോട് ചോദിച്ചു വരാൻ പറയും. ഇല്ലേ? പുതിയ ഡോക്ടർമാർക്ക് അറിയത്തില്ല. എനിക്ക് കുറച്ച് നാളായതുകൊണ്ട് എനിക്ക് മോന്തയൊക്കെ കാണുമ്പോൾ അറിയാം ഇത് സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. ദൈവത്തിന് മഹത്വം. നീ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദൈവത്തെ സ്തുതിക്ക്. ദൈവം തരുന്ന നന്മകൾക്കായി സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എണ്ണമില്ലാതുള്ള നിന്റെ വൻകൃപകൾ ഓർത്തു. എണ്ണമില്ലാതുള്ള നിന്റെ വൻകൃപകൾ ഓർത്തു. എണ്ണി എണ്ണി നന്ദിയാൽ നിറഞ്ഞു. എണ്ണമെന്നെ വന്ദനം തരുന്നേ. എണ്ണമെന്നെ വന്ദനം തരുന്നേ. സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം പ്രിയ. ഓ സ്തോത്രമേ സ്തോത്രമേ പ്രിയ ശൂരാജനെന്നും സ്തോത്രം പ്രിയ. ഓ ദൂതസഞ്ചയം എനിക്ക് കാവലാക്കി തന്നു. ദൂതസഞ്ചയം എനിക്ക് കാവലാക്കി തന്നു. ദൂതരേക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനം ദാനമായി തന്നതിനെ ഓർത്തു. ഈ തന്നതിനെ ഓർത്തു. സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം പ്രിയ ശൂരാജനെന്നും സ്തോത്രം. സ്തോത്രമേ സ്തോത്രമേ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അവൾ നല്ല സന്തോഷത്തോടെ, ആനന്ദത്തോടെ വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗമെല്ലാം അങ്ങ് വിടുക. 1-2 കാര്യം പറഞ്ഞ് വേഗത്തിൽ അങ്ങ് നിർത്താം. ദൈവത്തിന്റെ മഹത്വം. ബഹുമാന്യ കർത്തദാസൻ 1:30 എന്ന് പറഞ്ഞല്ലോ. 1:30 ആകുമ്പോൾ തന്നെ പ്രസംഗം നിർത്താം. ഇത് അധികമായാലും കുഴപ്പമാണ്. പിന്നെ 2-3 കാര്യം ഒന്ന് ഓർത്തിരിക്കുകയല്ല. ഒത്തിരിയായ 2 ഇത് കണ്ടമാനമായാലും കുഴപ്പവും വരും. സ്തോത്രം. അല്ല പാസ്റ്ററെ, ഞാൻ 2 മണിയായിട്ടേ ഗുണമാകുള്ളൂ എന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ. ഇല്ല, 1:30 ഗുണമാകാം. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം. പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർക്കുന്ന നല്ലതാ. 2 വർത്തമാനകാലം. അല്ല, ധൈര്യം തള്ളിക്കളയരുത്. അതാ വർത്തമാനകാലം. നിങ്ങളുടെ ഇപ്പോഴത്തെ ധൈര്യം ഒന്നും പോകരുത്. ധൈര്യം ചോർന്നു പോകുന്ന വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലയോ? വാർത്തകളും ഓരോന്നൊക്കെ അങ്ങനത്തെ ആണല്ലോ കേട്ടോണ്ടിരിക്കുന്നേ. സുശേഷം പറയാൻ അനുവദിക്കത്തില്ല, പ്രാർത്ഥനാ യോഗം നടത്തിക്കുകയില്ല, വീടുകളിൽ പ്രാർത്ഥന അനുവദിക്കത്തില്ല, വെളിയിൽ അങ്ങനെ പറയാൻ ഒക്കത്തില്ല, ലഘുലേഖ കൊടുക്കാൻ അനുവദിക്കത്തില്ല. അങ്ങനെയൊക്കെ ചിലതൊക്കെ നടപ്പിലാക്കുന്നുമുണ്ട്. ശബ്ദമൊന്നും മറ്റവർക്ക് ശബ്ദം ഉണ്ടാക്കാം. എല്ലാ പോസ്റ്റേലും വെച്ചിട്ടുണ്ട് ചെറുത്. നമ്മൾ ഹോളിനകത്ത് തന്നെ വെച്ചിട്ടില്ല, വെച്ചത് തന്നെ കറാക്കിറാന്നായിരിക്കുന്നത്, തിരിയുന്നുമില്ല. അല്ലേലിയ പറയുമ്പോൾ അളിയാന്നാ കേൾക്കുന്നത്. നമ്മുടെ മൈക്കും അല്ലേലിയ അളിയാന്നാ കേൾക്കുന്നത് എല്ലാവരും. അല്ല, ആരെയും കേൾപ്പിക്കാൻ നമുക്ക് താല്പര്യവും
ഇതിനകത്തിരിക്കുന്നവൻ തന്നെ ശരിക്ക് കേൾക്കുന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ വന്ന് എത്ര നേരം ശരിക്ക് കേൾക്കുന്നില്ലല്ലോ. സ്തോത്രം. മറ്റവർ എല്ലാ പോസ്റ്റേലും വെച്ചിട്ടുണ്ട്. 2-3 കിലോമീറ്റർ നടക്കുമ്പോൾ അറിയാം. സ്തോത്രം. പക്ഷെ നമ്മള് ചെയ്യുമ്പോ പ്രശ്നമാണ്. അപ്പൊ ധൈര്യം ചോർന്നു പോകുന്ന വിഷയങ്ങളാ വരുന്നത്. പക്ഷെ പറയ ആ ധൈര്യം ചോർന്ന് കളയരുത്. മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്, പിന്മാറരുത്. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് വേണ്ടി പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം. അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യം അവകാശമാക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ ഒന്നും വേർപിരിക്കരുത്. കഷ്ടതയോ നക്കുന്നതയോ ആപത്തോ വാളോ ഉപദ്രവമോ പട്ടിണിയോ ഇതൊന്നും വേർപിരിക്കരുത്. നീ ധൈര്യത്തോടെ നിൽക്കണം. വർത്തമാനകാലമാ, ധൈര്യം ചോർന്നു പോകരുത്. 3 ഭാവി കാലമാ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് സാമർഥ്യമുള്ള സ്ത്രീയെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ അവള് ഭാവി കാലം ഓർത്ത് നെഞ്ചത്തലയ്ക്കുന്നല്ല. നല്ല പുഞ്ചിരിയാ, ഞാൻ കണ്ടു. നല്ല, ഞാൻ വന്നപ്പോ മുതൽ കണ്ടു, നല്ല പുഞ്ചിരിയാ. പണ്ട് ഞാന് ഒരു യോഗത്തിന് വിളിച്ചു പയ്യപ്പാടി ദാനിയേൽ മാത്യുവിന്റെ ചർച്ചില്. പയ്യപ്പാടി പകലത്തെ യോഗം കഴിഞ്ഞേച്ചേ ആശീർവാദം കഴിഞ്ഞപ്പോൾ ഞാനും ദാനിയേൽ മാത്യുവും കൂടെ തിണ്ണയിലിരിക്കുക. സഹോദരങ്ങളെല്ലാം അകത്തിരിക്കുക. ഒരു കാപ്പിയൊക്കെ കുടിക്കുക. ഒരേ ഗ്ലാസ് കാപ്പി കൊടുത്തു, ഞങ്ങൾ ഇരിക്കുക. പുള്ളി രസകരമായി സംസാരിക്കുന്ന ആളാണ്. അപ്പം ഞങ്ങൾ രണ്ടും സിറ്റ് ഔട്ട് വന്നിരിക്കുക. അവരെല്ലാം കാപ്പി കുടിച്ച് വെച്ച് ഞങ്ങൾ ഇരിക്കുന്നിടത്ത് അതിലേ കൂടെ വേണം വെളിയിലോട്ട് പോകാൻ, ഒരു വാതില. അപ്പോൾ ഓരോരുത്തർ പോകുമ്പോൾ സ്തോത്രം പാസ്റ്റേ പോവുക. വൈകിട്ട് യോഗം ഉണ്ടായിനാ ആട്ടെ. എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ഒരു തള്ള ഇറങ്ങി വന്നു. അവർ പാസ്റ്റേ മൈൻഡ് ചെയ്തില്ല. വരും എന്നാൽ പാസ്റ്റേ വെച്ചോ മോളിയേ, അവർ ഇറങ്ങി അങ്ങ് പോയി. മോളിയേ എന്നാ പാസ്റ്റർ പറഞ്ഞു, ദൈവദാസന്മാരെയൊക്കെ ഒന്ന് കണ്ട് മുഖമൊക്കെ ഒന്ന് കാണിച്ചേച്ച് പോകണ്ടേ. ഉടനെ നല്ല മോന്തയാ, കണ്ടാ മതി എന്ന് പറഞ്ഞ പോലെ ഞാൻ കണ്ട് പുഞ്ചിരി വന്നപ്പം മുതൽ. അപ്പൊ സാമർഥ്യമുള്ള സ്ത്രീയെ പറ്റി പറഞ്ഞ പോലെ ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകുവന്ന നമ്മുടെ ഭാവി എന്തുവാ? താൻ ഇരിക്കുന്നിടത്ത് നമ്മളെയും കൊണ്ടിരുത്തും. ഒരു കണ്ണ് കാണാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്ത് തോന്നാത്ത ഒരു ഭവനം നമുക്ക് വേണ്ടി ഒരുക്കുന്നു. സ്തോത്രം. ആരും അപകരിക്കത്തില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഭാവി പ്രത്യാശ. അപ്പൊ 3 കാലമായി ഈ ഖണ്ഡികയില്. അതൊന്നുമല്ല ഞാൻ പറയാമെന്ന വിഷയത്തിലോട്ട് വരുക. ഞാനിത് മുഖവരിയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എടുത്ത വിഷയം സ്തോത്രം 36-ാം വാക്യമാ. അമ്മാമ്മ ഒന്നുകൂടെ വായിച്ചോ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇവിടെ ഇയാൾ തുടങ്ങിയതേ ഉള്ളൂ, ഇനിയിപ്പം എപ്പോഴാ വെളിവും വെള്ളിയാഴ്ച ഉള്ളവനല്ല. മിക്കവാറും 3 മണി ആയാലും പോയി പറ്റ് വേണ്ട 1:30 തന്നെ. ഈ ഇരിപ്പാണെങ്കിൽ 1:25 നിർത്തിയേക്കാം. എന്തിനാ 1:30 വരെ ഇരുത്തുന്നത്? 36 വായിച്ചു. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവ ഇഷ്ടം ചെയ്യുക. എന്തിനാ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്? കുറെ ഭൗതിക വിഷയം നേടിയെടുക്കാനല്ല. വീട് വെക്കാനും, വണ്ടി മേടിക്കാനും, വസ്തു മേടിക്കാനും, കൊച്ചുങ്ങളുടെ കല്യാണം നടക്കാനും, വിദേശത്ത് പോകാനും. അതൊക്കെ തെറ്റാന്നല്ല, അതിനൊന്നും അല്ല ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ദൈവ ഇഷ്ടം നടക്കാനാ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നടക്കണം. നമ്മുടെ ഇഷ്ടമല്ല, ദൈവ ഇഷ്ടം നടക്കണം. ഞാനും നിങ്ങളും എല്ലാം പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ ഹിതത്തിനായിട്ട് എന്നെ. അതൊക്കെ പ്രാർത്ഥനയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാ. പിന്നെ അതെ, എന്തുവാ ദൈവത്തിന് എന്തെല്ലാം ഇഷ്ടമുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന് ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ശുദ്ധീകരണത്തിന്റെ വചനം പറയുമ്പോൾ മുഖം പോകുന്ന പോക്ക്. പ്രാർത്ഥിച്ച തന്നെ ചെല്ലി കർത്താവേ നിന്റെ ദാസനെ അയച്ചിരിക്കുന്നു, പ്രയോജനമുള്ളതൊന്ന് പറയട്ടെ. മാനുഷികമായ ശബ്ദം ഞങ്ങൾക്ക്. പിന്നെ ആരാ പറയുന്നത്? ദൂതനാന്നോ വന്ന് പറയുന്നത്? മനുഷ്യര് തന്നെ ഈ പറയുന്നത്. ഗബ്രിയേലാന്നോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചിലരുടെ ഓരോ വാചകമാണ്. മാനുഷികമായ ശബ്ദം ഞങ്ങൾക്ക്. പിന്നെ ഈ മലയാള ഭാഷ ദൂതനാന്നോ വന്ന് പറഞ്ഞേ? മനുഷ്യനാ ഇത് പറയുന്നത്. മനുഷ്യനിൽ കൂടി ദൈവം ഇടപെടും. കർത്താവ് നിന്റെ ദാസൻ കൊണ്ടുവന്നതൊന്നും
പറ. പിന്നെ ആര് കൊണ്ടെന്നാ പറയുന്നത്? ഇവിടെ വീട്ടിൽ ഇരുന്ന് വചനം ധ്യാനിച്ചു ദൂതൊരുക്കിയായി വന്നത്. അന്നേരം ഇവിടെ നിന്ന് പറയുക നിന്റെ ദാസം കൊണ്ടുവന്ന് ഒന്നും എന്നാ നീ ഇഞ്ഞതാ. ഈ ഓരോ വെടലത്തരം പറഞ്ഞ് അങ്ങ് ശീലിച്ച്. ഞാനും നിങ്ങളുമെല്ലാം ഞാൻ സഹിതം പറയും, കർത്താവേ നിന്റെ ഇഷ്ടത്തിന് എന്നെ. ആ പറച്ചിലേ ഉള്ളൂ, പറച്ചിലേ ഉള്ളൂ. ഇതിലെ കേട്ടേച്ച് പണ്ട് പറയുമല്ലോ, ഒരുത്തൻ പറഞ്ഞ അതിനാ 2 ചെവി. ഇതിലെ കേട്ടേച്ച് പണ്ട് ഒരുത്തരെ ഇന്റർവ്യൂ നടത്തി. പട്ടണി പൊട്ടനില്ലെന്ന, പാലക്കാടൻ പട്ടൻ. ശേഷനൊക്കെ ആ ഇനത്തിൽപ്പെട്ടതാ. TN ശേഷൻ, MS സ്വാമിനാഥൻ, ഹരിത വിപ്ലവത്തിന്റെ എല്ലാം അവരാ. നാട്ടിലൊരു ചൊല്ലുണ്ട്, പട്ടണി പൊട്ടനില്ലെന്ന. അപ്പോൾ ഒരു സഹോദരൻ ഇന്റർവ്യൂ ചെന്നപ്പം മിടുക്കന്മാരായിരിക്കുന്നത്. അപ്പം അയാൾ പട്ടരല്ലേ, കടുക്കനൊക്കെ കൊച്ചിലേക്ക് ഇട്ടതാ. അതിൻ്റെ ഈ സുഷിരമുണ്ട്, കടുക്കനില്ലെങ്കിലും ഉണ്ട്. അപ്പം ഇന്റർവ്യൂ നടത്തിയപ്പോൾ അതിനോട് സംബന്ധിച്ച് ചോദ്യം ചോദിച്ചാൽ പോരെ. അപ്പോൾ പുള്ളിയെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടി ഇരുന്ന വിദ്വാൻ ചോദിച്ചു, ഈ തുള എന്തിനാന്ന്? അയാളെ കൊച്ചാക്കാൻ ചോദിച്ചതാ, ഈ തുള എന്തിനാന്ന്. അത് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ പഠിച്ച വിഷയത്തിൽ ഇന്റർവ്യൂ ചെയ്താൽ പോരെ. പുള്ളിയെ മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് കൊച്ചാക്കാൻ. എന്തിനായി തോള? പുള്ളിയും വിട്ടുകൊള്ളത്തില്ല. പുള്ളി പറഞ്ഞു ഇതുപോലത്തെ ഊളം ചോദ്യം വരുമ്പോൾ ഇതിലേക്കൂടെ അങ്ങ് പോകാനാണ്. ഇതുപോലത്തെ ഊളം ചോദ്യം വരുമ്പം അകത്തോട്ട് വിടുകയല്ല, തൊളയെ കൂടെ പുറകോട്ട് അങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞു. മനസ്സിലായി കാണും. അപ്പൊ ഇത് കേൾക്കണം, ദൈവവചനം കേൾക്കണം, ദൈവത്തിന് മഹത്വം. അത് ഗ്രഹിക്കണം, ദൈവ ഇഷ്ടത്തിന് നമ്മളെ സമർപ്പിക്കണം. ഇവിടെ വായിക്കുക, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഒത്തിരി കാര്യം പറയാനുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം. ദൈവത്തിന്റെ ഇഷ്ടമേ നമ്മുടെ ജീവിതത്തിൽ നടക്കാവൂ. ഈ ദൈവത്തിന് ഇഷ്ടമുള്ള പല കാര്യവും നമുക്ക് ഇഷ്ടമല്ല. അതാ അതിൻ്റെ സത്യം. നമുക്ക് ഇഷ്ടമുള്ള കാര്യം പലതും. അതിലൊന്നാ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം, ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണം. രണ്ടും നമുക്ക് ഇഷ്ടമല്ലല്ലോ, പുള്ളിക്ക് ഇഷ്ടമാണ്. യെശയ്യാവ് വായിക്കണ്ട 61:8 നീതി പ്രവർത്തിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ വലിയ നമുക്കറിയാം അനീതിയാണ്. എന്നാലും പറയുമോ ഉപയോഗിച്ചാനെ പണക്കാൻ ഒക്കുകയല്ല. ഇച്ചിരി അപാകത ഉണ്ടെന്ന് നമുക്ക് അറിയാം, എന്നാലും ഉപയോഗിച്ചാനെ നമുക്ക് പണക്കാൻ ഒക്കുകയല്ല. പുള്ളിക്ക് ഇഷ്ടമല്ല, നമുക്കിത്. ചേട്ടനും അനിയനും തമ്മിൽ അതിര് തുറക്കാൻ 2 പെന്തിക്കോസിൽ IPCയും ചർച്ചൊക്കെ കൂടും. പുള്ളി ഇച്ചിരി അപ്പനെ കളിപ്പിച്ച് അപ്പൻ ചാകാറായപ്പം തള്ളവരില്ല അമ്മക്ക് ഒപ്പിടിച്ചത്. അനിയൻ അറിഞ്ഞുമില്ല, അനിയൻ നോർത്തണ്ടിയല്ലോ അങ്ങാണ്ടായിരുന്നു. അവൻ വന്നപ്പോൾ പുള്ളി ആധാരമെല്ലാം പോക്കുവരുത്തിയത് കരവടച്ച രസീതും അവൻ ആ പാറയും വെള്ളവും ഇല്ലാത്തണം കൊടുത്തു. അപ്പോൾ അവന് സഭയിൽ വന്ന് പാസ്റ്ററോടും പറഞ്ഞു, പാസ്റ്റർ ഇത് യോഗ്യമല്ല പാസ്റ്റർ ഒന്ന്. പാസ്റ്റർ പറഞ്ഞാൽ വല്ലോ യവനേക്കുവോ, സഭയിലെ മെയിൻ ആളുവാ. എന്നാൽ നമ്മൾ പറയുന്നത് തന്നെ ശരിയാ, നമ്മുടെ അച്ചായൻ്റെ ഭാഗത്താ തെറ്റ്. പക്ഷേ നമ്മുടെ സഭയിലെ മെയിൻ ആണായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല. പുള്ളി തന്ന സ്ഥലവും പുള്ളി ആയതിന് ഇന്നാളും പുള്ളി ഇച്ചിരി കാശ് നമ്മുടെ ഒരു അത്യാവശ്യത്തിന് പുള്ളി എടുത്ത് മറിച്ചയാളാണ്. പുള്ളി നന്നായിട്ട് മറിക്കുന്നവനാണ്. എന്നെ എല്ലാവരും വള്ളം മുങ്ങിയതുപോലെ സങ്കടപ്പെട്ടിരിക്കുന്നു. മനസ്സിലായി കാണും. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ നമ്മളെല്ലാം അനീതിക്ക് കൂട്ടു നിൽക്കുകയാണ്. പക്ഷെ നീതി പ്രവർത്തിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. അമ്മായിമ്മയും മരുമകളും കുസ്തിയ. അമ്മായിയമ്മ പെന്തിക്കോസ്, മരുമകളും പെന്തിക്കോസില. അമ്മായിമ്മ സഹോദരി സമാജത്തിന്റെ പ്രസിഡന്റും മരുമകൾ ഡിസ്ട്രിക്ട് ഓർഗനൈസറും. നന്നായിരിക്കുന്നു. രണ്ടുപേരും എന്നും കാർഗിൽ യുദ്ധമാണ്. ആരുടെ പക്ഷമാണ് നിൽക്കുന്നത്? മരുമകളോട് എന്ന് പറയണ്ടേ, മോളി നീ തള്ളയ്ക്ക് വെള്ളം കൊടുക്കണം, ഇരുന്ന കാലം ഇനിയും തള്ളം ഇരിക്കുകയല്ല. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്, അവരെ വേദനിപ്പിക്കരുത്, ഇവിടെ കണ്ണുനീര് വീടരുത്. അപാകതയൊക്കെ കാണും, പ്രായമുള്ളവരാ, പിടിവാശിയൊക്കെ കാണുമായിരിക്കും, ഇല്ലെന്നൊന്നും പറയുന്നില്ല.
ഇപ്പൊ നിങ്ങൾ പറയാം അങ്ങേർക്ക് അങ്ങ് പറഞ്ഞു വെച്ച് പോയത് അല്ല ആരാ മുറ്റ് സാധനമായി ഇപ്പൊ ഇങ്ങനെ വയ്യാത്ത കൊണ്ട് പമ്മി ഇരിക്കുന്നെന്ന് കൊള്ളാം, ഒരൊറ്റ ചാട്ടത്തിന് കയത്തിലിറങ്ങിയത് അള്ളയാ എന്നൊക്കെ പറയും. എന്നാലും ആട്ടെ, സ്നേഹിക്കണ്ടേ, കൊടുക്കണ്ടേ. അമ്മായിമ്മയോട് ചെന്ന് പറയണം, അമ്മയെ പഴയ മൂച്ചും കൊണ്ടിരിക്കരുത്, പ്രായമായി. പണ്ടൊക്കെ മനസ്സെത്തുന്നിടത്ത് ശരീരം ചെല്ലി, ഇപ്പം അങ്ങനെയൊന്നും ചെല്ലുകയില്ല. 8 സ്ഥലത്ത് നിന്നാച്ചാ മേളത്തെ റോഡിൽ കയറിയത്. അവിടെ ചെന്നിച്ച് പിന്നെയും വിലങ്ങി നിന്നതാ കുറച്ചു നേരം. അതുകൊണ്ട് ആ പഴയ മൂച്ചൊന്നും എടുക്കരുത്. 2 ചക്കയൊക്കെ ചുമ്മിക്കൊണ്ട് ഇതിലെ ഓടിയതാ. ഇപ്പൊ ഒരു ചുള പോലും എടുക്കാൻ അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചേ. 2 ചക്ക ഒന്നിച്ച് കെട്ടി തലയെ വെച്ച് ചുമ്മാട് വെച്ച് ചുമന്ന് കൊണ്ടുവന്ന അങ്ങ് പേഴും പാറയെന്ന്. ഇപ്പൊ ഒരു ചക്കക്കുരു അപ്പൊ അതുകൊണ്ട് കുറെ ഒതുങ്ങണം. 65-70 ആയില്ലേ, പഴയ മൂച്ചുമായിട്ടൊന്നും കുറെയൊക്കെ ഒതുങ്ങിയേക്കണം ഒക്കെ പറഞ്ഞു കൊടുക്കണം. എന്നാ ഒരു 1.5 വരെ പോണോ? ആട്ടെ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നീതി പ്രവർത്തിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. നീതി പ്രവർത്തിക്കുന്നു. മാത്രമല്ല, നമ്മള് പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ഒരു ഇഷ്ടമാണ്. അത് നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് ആർക്കും ഇഷ്ടമല്ല. അത് ദൈവത്തിന് ഇഷ്ടമാണ്, നമുക്ക് ആർക്കും ഇഷ്ടമല്ല, ഞാൻ സഹിതം. പക്ഷെ ദൈവത്തിന് ഇഷ്ടമാണ്. വായിച്ചേ എടുത്തവര്, പത്രോസിന്റെ 1-ാം ലേഖനം 2:15. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതാക്കണം. ദൈവ ഇഷ്ടമാണ്, കണ്ടോ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതാക്കണം. അത് ദൈവ ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് ബുദ്ധിയില്ലാത്ത മനുഷ്യരുണ്ട്, അവർക്ക് പോഷത്വമുണ്ട്. പോഷത്വം കൊണ്ട് അവർ പല കാര്യം പറയും. നമ്മളെ തല്ലാൻ വരും, ബൈബിള് കത്തിക്കും. ബുദ്ധിയൊന്നുമില്ലല്ലോ. ബൈബിള് കത്തിക്കും, ട്യൂബ്ലൈറ്റ് അടിച്ചോടിക്കും, തെറി പറയും, പാട്ട് കൊട്ടി കളിയാക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. പരിശോധന നിൽക്കുമ്പം വന്ന് ഒരം വെക്കും, ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മുന്നിൽ കൂടെ നടക്കും. ഷർട്ടിൻ്റെ ചൂടൊന്ന് കയറ്റി വെക്കും, മുണ്ട് ഒന്നുകൂടെ ഒന്ന് കിളത്തും. അവിടെ വരുമ്പോൾ ഒരു മുരടിച്ചേക്കും. പോഷത്വമാണ്, ബുദ്ധിയില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള രംഗങ്ങളിൽ നമ്മൾ നന്മ ചെയ്തുകൊണ്ട് അവരുടെ പോഷത്വം മിണ്ടാതാക്കിയത് അത് ദൈവം ഇഷ്ടമാണ്. ഉദാഹരണം ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ഉദാഹരണം ഞാനെപ്പോഴും പറയാനാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസക്തമല്ല, റബ്ബറാ കൂടുതൽ. എങ്കിലും ഉദാഹരണം, 10 തെങ്ങ് നമുക്കുണ്ട്, 10 തേങ്ങ കിട്ടാനുണ്ട്. അപ്പോൾ ഒരു 50 തേങ്ങ കിട്ടുമ്പം അപ്പുറത്തെ വീട്ടുകാർക്ക് തേങ്ങ ഇല്ലെങ്കിൽ ഒരു 2 തേങ്ങ അവർക്ക് കൊടുത്തേക്കണം. മടലും കൊതുമ്പും ഒക്കെ വെട്ടി കിട്ടുമ്പം 3 കൊതുമ്പ് അങ്ങോട്ട് പോയി അതും അവർക്ക് കൊടുത്തേക്കണം, എടുക്കാൻ പോകണ്ട. മനസ്സിലായോ? 50 കിട്ടുക 2 തേങ്ങ കൊടുത്തേക്കണം. ഒരു 5 തേങ്ങ ഞായറാഴ്ച പെയ്ത്തോമിലും കൊണ്ടുവന്നേക്കണം. 5 2 7 പോയിട്ട് ബാക്കി 43 പോരെ? പോരായിരിക്കും, അത് മതി. പിന്നെ അവർക്ക് ആ 2 തേങ്ങ ചിലപ്പം ഹിന്ദുക്കളായിരിക്കും, അല്ലെ അക്രൈസ്തവരായിരിക്കും, അല്ലെ മുസ്ലിം സഹോദരങ്ങളായിരിക്കും, അല്ലെ നിരീശ്വരവാദി, ആരുമായിക്കോട്ടെ, മനുഷ്യരല്ലേ. ഇത് കൊടുത്തേച്ച് പിറ്റേ മാസം നമുക്ക് ഗോസ്പൽ ടീം ഉണ്ടല്ലോ, എല്ലാ മാസവും ഉണ്ട്, നല്ല ടീമാണ് ഗോസ്പൽ ടീം. വൈകി കയറി പോവുമല്ലോ, തമ്പിയുടെ ഹൃദയം തകരുന്ന കപ്പൽ, അങ്ങനെ ഒന്നുമില്ല. ലഘുലേഖ, നീ എങ്ങോട്ട്? പിന്നെ നിൽക്കൂ, നോക്കൂ, ചിന്തിക്കൂ. അപ്പൊ ഇതുമായിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേ ആ വീടിന്റെ വാതിൽ അങ്ങോട്ട് കയറി ചെല്ലുമ്പം അവര് 2 തേങ്ങ കൊടുത്തതിനെ നന്ദി കാണിക്കും. വന്നാട്ടിരിക്കാൻ ആ സഹോദരൻ ഭാര്യയോട് പറയും, കമലാശി ഇച്ചിരി കട്ടനിട്ട് കൊടുക്കും ഈ പാസ്റ്റർമാർക്ക്. പിന്നെ അവള് ചിലപ്പോൾ ചോദിക്കും, ഏതാ ഇന്നാളെ തേങ്ങ തന്ന ആയില്ല ഒരു പാസ്റ്റർ ആന്നോ? എന്ന് കട്ടനിട്ട് ആ നേരം കൊണ്ട് അവർക്ക് താല്പര്യമെങ്കിൽ സാഹചര്യവും അന്തരീക്ഷം നോക്കി യേശുവിനെ പറ്റി പറയാം. അവർ കേട്ടിരിക്കും. അവർ കേൾക്കും. ഒക്കുന്നെങ്കിൽ ഇറങ്ങാൻ നേരത്ത് അവർ പറയും, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനും പറയും.
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആൾക്കാരെ പോലല്ല. കമലാക്ഷി കയ്യും കൂപ്പി ഭക്തിയോടെ നിൽക്കും, ശ്രീധരനും കണ്ണടയ്ക്കും. നമ്മുടെ ആൾക്കാർ രാമങ്കാക്ക ഇരിക്കും പോലെ ആയിരിക്കുന്നു. പേടിയൊന്നുമില്ലല്ലോ. പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ഉടനെ നമ്മളിതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന കാര്യമല്ലേ. അവര് ഭക്തിയോടെ നിൽക്കും, ആ പറയുന്ന കാര്യം കേൾക്കും. നന്മ ചെയ്ത് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം ഉണ്ടാകണം. ദൈവഹിതമാണ്. 2 ഏക്കർ 5 ഏക്കർ വസ്തുവുണ്ട്, വാടകയ്ക്ക് ഒരുത്തം താമസിക്കുക, 1 സെന്റ് ഭൂമി പോലും ഇല്ല. കുടുംബമായിട്ട് ആലോചിച്ച് വെച്ചാൽ ഹിന്ദുവോ മുസ്ലിം ആരും ആകട്ടെ, ഒരു 5 സെന്റ് സ്ഥലം കൊടുത്തേക്കണം. കൊടുത്തേക്കണം. 3-4 ഏക്കർ ഉണ്ടല്ലോ, 5 സെന്റ് 10 കൊടുക്കണ്ട, നിനക്ക് നെഞ്ചുവേദന ഉണ്ടാവും. ഓൾറെഡി 2 പ്രാവശ്യം വേദന കഴിഞ്ഞാൽ ചിരിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? അതോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? കൊടുക്കുന്നവരുണ്ടെന്ന് കൊടുക്കും. തമ്പിച്ചാൻ കൊടുത്തല്ലോ, എത്ര പേർക്ക്? 26 പേർക്ക് റിയ ട്രാവല്. അങ്ങനെ നല്ലവർ ഒത്തിരി ഉണ്ട്. കൊടുക്കാത്തവന്മാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഏതെങ്കിലും കക്ഷികൾ ഇതിനകത്തോണ്ട് നിന്റെ കാര്യമായി പറയുന്നേ. പേരറിയാണെന്ന് ഞാൻ പേരൂടെ ചേർത്ത് പറഞ്ഞാണ്. അതിനൊന്നും പേടിയൊന്നുമില്ല. ഞാനാണെങ്കിലും 2 ദിവസം 2 കൽപ്പിച്ചാണ് നടക്കുന്നത്. കൊതുക് പോയതുപോലെ. കൊതുക് വീട്ടിൽ നിന്ന് ഇറങ്ങാത്തത് പെമ്പള ചോദിച്ചു അത്താഴം വേണോന്ന്. പുള്ളി പറഞ്ഞു വേണ്ട. അതിനാ, ഒന്നേ കടിച്ചിയാകും, അല്ലേ കുടിച്ചിയാകും. ഒന്നെങ്കിൽ കുടിച്ചിയാകുമില്ലെങ്കിൽ എന്തായാലും ചാകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അത്താഴം വേണ്ട. ഞാനും അങ്ങനെ പറഞ്ഞാൽ പോന്നേക്കുന്നത്. അത്താഴം ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ അടിച്ച് കൊല്ലും, അല്ലെങ്കിൽ കടിച്ച്. പ്രൈസ് ദി ലോർഡ്. നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം കൊടുക്ക്. അവന് കൊടുത്തു കഴിയുമ്പോൾ അവനെ നിന്റെ വീട്ടിൽ പ്രാർത്ഥന ഒക്കെ വിളിക്കണ്ട. അവൻ തമ്പേറടി കേൾക്കുമ്പോൾ ഇങ്ങോട്ട് വരും. വന്നേച്ച് പരിഭവം പറയും, എന്നോട് പറയാൻ എന്നാന്ന് ചോദിക്കും. എന്നോട് എന്നാ പറയാൻ? ഞാൻ പറയണ്ടേ? ഞാൻ ഇത് ശബ്ദം കേട്ടോണ്ടാ. ഇത് കൈ അറത്താ ഉപ്പ് തേക്കുകയല്ല. അന്ന് വെച്ച് വടശ്ശേരിക്കര നിന്ന് കോരകോരം പ്രസംഗിക്കുക, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, ഇതാണ് രക്ഷ. നിന്നെ മെറ്റിലെടുത്ത് അങ്ങനെ അറിയും. അല്ല, 5 ഇഞ്ചിന്റെ മെറ്റിലെടുത്ത് നല്ല കൊടുക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. പിള്ളേർക്ക് 10 ബുക്ക് മേടിക്കുമ്പം അപ്പറ ഗതി ഇല്ലാത്തവനാണ് 2 ബുക്ക് അങ്ങോട്ട് മേടിച്ചു കൊടുത്തേക്കണം. 4 ലൈനോ ഇരട്ട ലൈനോ 2 മേടിച്ചു കൊടുത്തു തരും. അവർക്കിപ്പോൾ ലൈൻ ഇന്നത് വേണമെന്നൊന്നും ഇല്ല. നമുക്കല്ലേ കറക്റ്റ് ലൈൻ വേണ്ടത്. സ്തോത്രം. 2 മേടിച്ചു കൊടുക്കും. ചിലപ്പോൾ സൺഡേ സ്കൂളിന് വരാൻ സാധ്യതയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതാക്കണം. വീട്ടിലെ ചിലപ്പം എല്ലായിടത്തും എല്ലാ ഭക്ഷണവും എപ്പോഴും ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളില്ല. അപ്പം വിശേഷമായിട്ട് എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ പ്രായമുള്ളൊരു അപ്പനും അമ്മയും കാണും, അടുത്ത വീട്ടിൽ 2 പൊടിപ്പിള്ളേർ കാണും. അവർക്ക് ചിലപ്പോൾ എപ്പോഴും നിർവാഹമുള്ളവരായിരിക്കത്തില്ല. അപ്പം അടുക്കളയിൽ പെരുമാറുമ്പോഴേ ഇറച്ചി കൊലത്തുമ്പോഴോ ചിക്കൻ കറി വെക്കുമ്പോഴോ അല്ലെങ്കിൽ മട്ടൻ കറി വെക്കുമ്പോഴോ നെന്മീൻ മേടിച്ച് കറി വെക്കുമ്പോഴേ ഇതിൻ്റെയൊക്കെ കടുക് താളിക്കുമ്പോൾ മണം അടിക്കുമല്ലോ. അപ്പം അപ്പുറം പ്രായമുള്ള അപ്പനും അമ്മയും മണം ഇടാണോ അവർ ചിന്തിക്കും, പിള്ളേരുമൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ ഒത്തിരി ഒന്നും കൊടുത്തില്ലെങ്കിൽ 2 കഷണം മീൻ കൂട്ടാൻ അപ്പുറത്തെ ആ പ്രായമുള്ള അപ്പനും അമ്മയ്ക്കും കൊടുക്കണം. ആ താഴത്തെ പിള്ളേരും കൊച്ചു പിള്ളേരാ, ഇച്ചിരി ബീഫ് ഒലത്തിയതാണെങ്കിൽ അവർ കൂടെ കൊടുത്തേക്കണം. അപ്പോൾ വന്ന് 2 അപ്പവും കൂടെ ചേർത്ത് കൊടുക്കണം. കടിച്ചേച്ച് ഉടനെ തെറി പറയുകയല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇത് മുഴുവൻ തിന്നേച്ച് ബാക്കി മുഴുവൻ ഫ്രിഡ്ജിൽ കയറ്റുക. ഇനി 3-4 ദിവസത്തേക്ക് വെക്കണ്ടല്ലോ. ചൂടാക്കി പുള്ളിക്കും കൊടുക്കുക. പുള്ളി ഇത് കഴിച്ചു ഒരു പരുവത്തിനിരിക്കുക. നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം. ആ 2 അപ്പവും കറിയാ കൊച്ചുങ്ങൾ കൊടുത്തേച്ച് സന്ധ്യയാകുമ്പോൾ ഇവിടെ പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ ആ പിള്ളേരും കൂടെ വന്നിരിക്കും. കഴിച്ചതിന്റെ നന്ദി കാണും. ആ കൊച്ചുങ്ങൾ ചിലപ്പം വരും.
അപ്പവും കറിയില്ലെങ്കിൽ ഒരു മുട്ടായി ആണെങ്കിലും ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇതാർക്കും ഒരു ഗുണമില്ല, ചുമ്മാ ഇങ്ങനെ അങ്ങ് നരി ഇരിക്കും പോലെ ഇരിക്കുക. ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു ഗുണം. ചക്കയുടെ സീസൺ അല്ലേ നമ്മുടെ വീട്ടിൽ? അങ്ങനെ ചക്ക എല്ലാവരും വന്ന് ഇപ്പം നാളൊരാൾ പറഞ്ഞ ആരക്കാന്ന്, പിന്നെ ചക്കക്കകത്ത് തന്നെ അമൃതാന്നോ? ചക്കക്കകത്ത് ജോലി ചെയ്യാൻ കഴിയല, അതിനാ ചക്കക്കകത്ത് അമൃതല്ലേ ചക്കക്കകത്ത്, പഞ്ചാമൃതം. ജോലി ചെയ്യാൻ കഴിയല. ആട്ടെ, എന്നാ ഇത് ഇല്ലാത്തവർക്ക് കൊടുക്ക് വിളിച്ച്, എടാ ഒരു ചക്ക ഇട്ടുകൊണ്ട് പോക്കൂ. ഇത് അവിടെ നിന്ന് ഇറുന്ന് വീണാലും ഒരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയില്ല. എന്നിട്ട് ആത്മാക്കളെ നടക്കുക. ഇന്ന് എവിടെയായിരുന്നു? ഞങ്ങൾ ഇന്ന് വടശ്ശേരിക്കര് 3 പരിശോധന നടത്തി. നാളെ എവിടെ? നാളെ ഞങ്ങൾ പെരുന്നാട്ടിലൊരു 5 എണ്ണം. മറ്റന്നാൾ ഞങ്ങൾ റാന്നി താലൂക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നിന്നെ ആ കൂഴച്ചക്കയുടെ കൂഞ്ഞി എടുത്ത് അടിക്കണം. കൂഴച്ചക്കയുടെ കൂഞ്ഞി പെട്ടെന്ന് കിട്ടുമല്ലോ. മനസ്സിലാകുന്നുണ്ടോ? നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ബോധത്വം മിണ്ടാനാക്കണം. അത് ദൈവഹിതമാണ്. 1:30 മതി 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 മതി. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്കി എന്നെങ്കിലും അവസരം കിട്ടുകയാണെ ചിന്തിക്കായില്ലേ, നമുക്കെല്ലാം അങ്ങ് നിത്യതയെ കാണണം. ആരും നഷ്ടപ്പെട്ടു പോകരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത ആവശ്യമാണ്. ഒരു കാര്യം പറഞ്ഞ് നിർത്താം, അടുത്ത വിഷയത്തിലേക്ക് വരുന്നില്ല. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ സമർപ്പിക്കുമ്പോൾ എല്ലാവരും നമുക്ക് അനുകൂലമാകത്തില്ല. അങ്ങനെ പ്രതീക്ഷിക്കരുത്. നീ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ സമർപ്പിച്ചാൽ നിന്റെ ഭർത്താവ് ചിലപ്പോൾ നിനക്ക് എതിരാകും, ഭാര്യയും ചിലപ്പം എതിരാകും. ഭാര്യയും ഭർത്താവും ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാൻ സമർപ്പിച്ചാൽ പിള്ളേരെതിരാകും. ചിലടത്ത് പിള്ളേര് ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കുമ്പോൾ മാതാപിതാക്കൾ എതിരാകാൻ സാധ്യതയുണ്ട്. എന്തിനേറെ ചിലപ്പോൾ സഭക്കാർ പോലും നമുക്ക് എതിരാകും. ചിലടത്ത് ശുശ്രൂഷകന്മാരും എതിരാകും. ചിലപ്പോൾ സെന്ററിൽ നിന്ന് എതിര് വരും, കേന്ദ്രത്തിൽ നിന്നും എതിര് വരും. പക്ഷേ തളർന്നു പോകരുത്. അത് പറഞ്ഞങ്ങ് നിർത്താം, അതാ നല്ലത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കർത്താവാണ്. അവിടുന്ന് ഗെത്സമനെ പോയി പ്രാർത്ഥിക്കുക, അങ്ങനെ പോവുക പതിവുണ്ടല്ലോ. ഒടുവിൽ ക്രൂശീകരണത്തിന് നാഴികയ്ക്ക് മുമ്പ് ശിഷ്യന്മാരുമായിട്ട് കിദ്രോന്തോടുമൊക്കെ കിടന്ന് ആ തോട്ടത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പം കഷ്ടാനുഭവങ്ങൾ, പങ്കപാടുകൾ, വ്യതകൾ അനുഭവിക്കാൻ പോകും. അത് കണ്ടു. ഇതെല്ലാം വഹിച്ചങ്ങോട്ട് പ്രാർത്ഥിക്കുക. സ്തോത്രം. വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്ത് വീണെന്ന പൂവനത്തിൽ അധികഭാരം വഹിച്ചതിനാൽ ഗെത്സമന വഹിച്ചതിനാൽ അതിവ്യഥയിൽ ആയിട്ടും താതനിഷ്ടം നടപ്പതി സരിച്ചു, താതനിഷ്ടം നടപ്പതി ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കുക. അപ്പൊ ഗെത്സമനെ വെച്ച് നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുന്ന വേളയിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കറിയാം പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല, ചേർന്ന് പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ല. ഈ ആണി അടിക്കുന്നതും മുൾക്കിരീടം ധരിക്കുന്നതും കാർക്കിച്ച് തുപ്പലേൽക്കുന്നതും കൊരടാവ് കൊണ്ടടിക്കുന്നതും മുതക ചാല് പോലെ നീളത്ത് കീറുന്നതും മുഖത്തെ രോമം പിടിതടി, ഇതെല്ലാം കണ്ടോണ്ടായി പ്രാർത്ഥിക്കുന്നത്. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെ കൂടിയിട്ടുണ്ടാകുന്നതും ആ ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിടുന്നതും സ്തോത്രം വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുന്നതൊക്കെ അവിടുന്ന് കണ്ടു. ഇതെല്ലാം അറിയ ദൈവമല്ലേ. എല്ലാം കണ്ട്
ആടിനെ വെറ്റും ഇടയനെ വെട്ടും, ആട് ചെതറിപ്പോകുന്നതൊക്കെ കണ്ടു, എല്ലാം കണ്ടു. വഴി നടന്നു പോകുന്നവർ പരിഹസിക്കുന്നതും ദൈവാലയത്തിന്റെ തിരശ്ശീല കീറുന്നതും എല്ലാം അവിടുന്ന് കണ്ടേച്ച് പറയുക, പിതാവേ കടിയുമെങ്കിൽ ഈ പാനപാത്രം. എന്നിട്ട് ചേർത്ത് പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. നിങ്ങൾ ലൂക്കോസിന്റെ വായിക്കണ്ട, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അത് പറഞ്ഞങ്ങോട്ട് നിർത്തി ഉടനെ അടുത്ത വാക്യം ഇങ്ങനെ, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നു. അർത്ഥം ഇത്രയേ ഉള്ളൂ, ഞാനും നിങ്ങളും ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കുമ്പോൾ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും സഭയിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ എതിര് വരും. പക്ഷേ ദൂതൻ നിന്നെ സഹായിക്കാൻ വരും, നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്നെ ധൈര്യപ്പെടുത്തുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ ഇറക്കും. നീ തളർന്നു പോകാൻ, ക്ഷീണിക്കുവാൻ, നശിക്കുവാൻ, മുടിയുവാൻ അനുവദിക്കത്തില്ല. നീ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവഗീതത്തിനായി നമുക്കൊന്ന് സമർപ്പിക്കാം. എല്ലാവരും സമർപ്പിച്ചാട്ടെ. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടാം. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ, ഞാൻ ഇന്ന് മോദമായി, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ എൻ്റെ ഇഷ്ടമൊന്നും എൻ്റെ പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ആമേൻ. യേശു ക്രിസ്തുവിൻ യാഗത്താൽ ആമേനുള്ള ഇഷ്ടത്തിൽ ഞാൻ ചുത്തനായി തീർന്നു. ഓ യേശു ക്രിസ്തുവിൻ ശരീര ആമേനുള്ള ഇഷ്ടത്തിൽ ഞാൻ, ഓ ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപി. ആമേ ദൈവ ഇഷ്ടം പൂർണ്ണ സാഗിഷ്ണ ഗണേ പ്രിയ. ആമേ പൂർണ്ണ സാഗിഷ്ണ. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നേ, ഞാൻ ഇന്ന് മോദമാ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം പൂർണ്ണമാക്കണേ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇന്ന് പകൽ ഈ വാത്സല്യ ഭവനത്തിൽ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി ക്ഷണിച്ച കർത്തദാസനും ശുശ്രൂഷയ്ക്ക് സമയം അനുവദിച്ച ബഹുമാന്യ കർത്തദാസനും എല്ലാ കൂട്ടുവേലക്കാർക്കും ദൈവമക്കൾക്കും നന്ദി. ദൈവ ഇഷ്ടം ചെയ്തത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുതയോടെ നമുക്ക് ജീവിക്കാൻ കർത്താവിൻ്റെ വരവിനായിട്ടിടങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എളിയവൻ്റെ ശുശ്രൂഷയെയും കുടുംബത്തെയും സഭയെയും ഒക്കെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് വിനീതമായിട്ടൊരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കും.